أشهد أن لا إله إلا الله. ഇസ്ലാം സമാധാനത്തിന്റെയും സമർപ്പണത്തിന്റെയും മതം. ഇസ്ലാമിനെക്കുറിച്ച് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു ദൃശ്യവിരുന്ന്. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. ഇസ്ലാമിനെക്കുറിച്ച് സംശയങ്ങൾക്ക് മറുപടി, വിമർശനങ്ങളെക്കുറിച്ച് വിശദമായ പരിശോധന, ഇസ്ലാമിനെ കൃത്യവും വ്യക്തവുമായി പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള സമ്പൂർണ്ണ സംരംഭം. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. അന്ധവിശ്വാസാചാരങ്ങളുടെ പടുകുഴിയിൽ നിന്ന് കേരള മുസ്ലിങ്ങളെ കൈപിടിച്ചുയർത്തിയ മുജാഹിദ് പ്രസ്ഥാനം. ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്നതിനും തെറ്റിദ്ധാരണകൾ നീക്കുന്നതിനും വേണ്ടി ISM സംഘടിപ്പിക്കുന്ന ഒരു പുതിയ സംരംഭം. സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ. ادع إلى سبيل ربك بالحكمة والموعظة الحسنة وجادل. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. വേദിയിലിരിക്കുന്ന ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും. സർവേശ്വരനായ സ്രഷ്ടാവിൽ നിന്നുള്ള സമാധാനമുണ്ടാകട്ടെ. അവിശ്വാസത്തിന്റെയും അധർമ്മത്തിന്റെയും തിന്മയുടെയും തെറ്റിന്റെയും അനീതിയുടെയും കൊടും ക്രൂരതകളുടെയും കലാവൈകൃതങ്ങളുടെയും കുത്തഴിഞ്ഞ ലൈംഗിക പേക്കൂത്തുകളുടെയും കരാളഹസ്തങ്ങളിലേക്ക് അമർന്നുകൊണ്ടിരിക്കുന്ന ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് ആധുനിക മനുഷ്യ സമൂഹം കടന്നുപോകുന്നത്. അവിശ്വാസം വിശ്വാസമായും അധർമ്മം ധർമ്മമായും തെറ്റ് ശരിയായും തിന്മ നന്മയായും കൊടും ക്രൂരതകൾ സമാധാനത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളായും കലാവൈകൃതങ്ങൾ സംസ്കാരമായും ലൈംഗിക പേക്കൂത്തുകൾ സദാചാരമായും വ്യാഖ്യാനിക്കുകയും ഉത്ബോധിപ്പിക്കുകയും ചെയ്യുന്ന സാംസ്കാരിക നായകരും ബുദ്ധിജീവികളും ഈ ഇരുണ്ട കാലഘട്ടത്തെ കൂടുതൽ ദുരന്തപൂർണവും ഭയാനകവുമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സർവനാശത്തിന്റെ ആഴങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തെ മോചിപ്പിച്ചുകൊണ്ട് ഇഹലോകത്ത് ശാന്തിയും സമാധാനവും പരലോകത്ത് വിജയവും കരസ്ഥമാക്കാനുള്ള മാർഗങ്ങളെ സംബന്ധിച്ച് അവരെ ബോധ്യപ്പെടുത്താനുള്ള ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള സാൽവേഷൻ എന്ന ഈ എക്സിബിഷൻ കൊണ്ട് സംഘാടകർ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇഹലോകത്തും പരലോകത്തും മനുഷ്യ സമൂഹത്തിന് വിജയം കൈവരിക്കാൻ സർവേശ്വരനായ അല്ലാഹു ആദം നബി അലൈഹിസ്സലാം മുതൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകരിലൂടെ മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുള്ള സ്നേഹോപഹാരമാണ് വിശുദ്ധ ഖുർആൻ, ഇസ്ലാം എന്ന മതവും. എന്നാൽ ദൗർഭാഗ്യവശാൽ ഇന്ന് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള മതമാണ് ഇസ്ലാം. വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ, പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തിന്റെയും നീതിയുടെയും പോരാളിയായിരുന്ന, സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും സഹിഷ്ണുതയുടെയും ജീവിക്കുന്ന ഇതിഹാസമായിരുന്ന അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രചരിപ്പിച്ചതും ഉത്ബോധിപ്പിച്ചതും കൽപ്പിച്ചതും നിർദ്ദേശിച്ചതും അധർമ്മവും തിന്മയും മാത്രമാണെന്ന് ഒരു സഹോദര മതത്തിലെ ഏറ്റവും സമുന്നതനായ നേതാവ് ജർമ്മനിയിൽ നടത്തിയ പ്രഭാഷണം ഒട്ടേറെ കോളിളക്കം സൃഷ്ടിച്ചു. ഒന്നുകിൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ടായിരിക്കാം അദ്ദേഹം ഇത് പറഞ്ഞത്, അല്ലെങ്കിൽ ഇസ്ലാമിനെ സംബന്ധിച്ചുള്ള അജ്ഞതയായിരിക്കാം. ഏതായാലും തെറ്റ് പറ്റില്ല എന്ന് അനുയായികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്ന ഈ വ്യക്തിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. ഏതായാലും തെറ്റിദ്ധാരണയുടെ മാറാലിയിൽ കുടുങ്ങിക്കിടക്കുന്ന
നുണപ്രചരണങ്ങൾ സൃഷ്ടിച്ച കറുത്ത ശീലക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ പ്രകാശം ലോകത്തിന് സമർപ്പിക്കാനുള്ള എളിയ സംരംഭത്തിന്റെ ഭാഗം മാത്രമാണ് ഇസ്ലാമിനെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഈ സാൽവേഷൻ എന്ന എക്സിബിഷൻ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. യുരീദൂന ലിയുത്ഫിയു നൂറല്ലാഹി ബിഅഫ്വാഹിഹിം വല്ലാഹു മുത്തിമ്മു നൂറിഹി വലൗ കരിഹൽ കാഫിറൂൻ. അള്ളാഹുവിന്റെ പ്രകാശത്തെ അണക്കാൻ കെടുത്താൻ ബഹുദൈവ വിശ്വാസികൾ എത്ര ശ്രമിച്ചാലും അള്ളാഹു തന്റെ പ്രകാശത്തെ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. അത് ഖുർആന്റെ വാഗ്ദാനമാണ്, അതിന് സംശയമില്ല. എങ്കിലും മുസ്ലിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്. ആ ബാധ്യതയുടെ നിർവഹണത്തിന്റെ ഭാഗമാണിത്. ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ്, കാരുണ്യത്തിന്റെ മതമാണ്. ഇസ്ലാമിലെ ദൈവവിശ്വാസത്തിൽ നിന്ന് തന്നെ അത് ആരംഭിക്കാം. യാതൊരു പരിശീലനവും ലഭിക്കാതെ ഒരു പിഞ്ചു പൈതലിന്റെ കയ്യിൽ ഒരു പേന കൊടുത്തിട്ട് ഒരു കടലാസിൽ കുത്തിക്കുറിക്കാൻ പറഞ്ഞാൽ എത്ര നാൾ കുത്തിക്കുറിച്ചാലും യാദൃശ്ചികമായി അത് വാക്കുകളാകില്ല, വാക്കുകൾ കൂടി ആശയങ്ങളാകില്ല, ആശയങ്ങൾ കൂടിയ കഥയോ കവിതയോ പ്രബന്ധമോ ആകില്ല. കവിത എഴുതുന്നതിന് മുൻപ് കവിയുടെ മനസ്സിൽ ഭാവനയുണ്ടാകണം. അത് കടലാസിൽ കുത്തിക്കുറിക്കുമ്പോൾ മാത്രമാണ് അത് കവിതയായി തീരുന്നത്. ഇത് അംഗീകരിക്കുന്ന നിരീശ്വരവാദികൾ തന്നെയല്ലേ? വാക്കുകളെക്കാളും വാക്കുകൾ കൂടിയ വാചകങ്ങളെക്കാളും വാചകങ്ങൾ കൂടിയ ആശയങ്ങളെക്കാളും അതിസങ്കീർണങ്ങളായ ആ ആശയങ്ങൾ കൂടിയ കവിതയെയും പ്രബന്ധത്തെക്കാളും അതിസങ്കീർണങ്ങളായ ഹൃദയവും വ്രക്കയും കരളും മറ്റു അവയവങ്ങളും ഉണ്ടാകാനുള്ള അടിസ്ഥാന കോശത്തിലെ DNA-യിൽ ജീനിന്റെ രൂപത്തിലുള്ള മാർഗനിർദ്ദേശങ്ങൾ ആരും നൽകിയതല്ല. ആ മാർഗനിർദ്ദേശങ്ങൾ ഒരു സ്രഷ്ടാവ് നൽകിയതല്ല, യാദൃശ്ചികമായി ഉണ്ടായതാണെന്ന് പറയുന്നത്. കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് പർവ്വതങ്ങളിൽ മഴ പെയ്തിട്ടും കാറ്റടിച്ചിട്ടും മഞ്ഞു വീണിട്ടും ഇടിമിന്നലേറ്റിട്ടും യാദൃശ്ചികമായി ഒരു ശില്പി കൊത്തിയ ശില്പം പോലെയാകുന്നില്ല എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കുന്ന നിരീശ്വരവാദികൾ തന്നെയല്ലേ ഒരു ശില്പത്തെക്കാൾ അതിസങ്കീർണമായ ജീവജാലങ്ങളുടെ ശരീരങ്ങൾ യാദൃശ്ചികമായി തന്നെ അങ്ങുണ്ടാകുന്നുവെന്ന് പറയുന്നത്? ഇതാണ് അധാർമികത, ഇതാണ് ക്രൂരത, ഇതാണ് മനുഷ്യ സമൂഹത്തെ അന്ധകാരത്തിലേക്ക് നയിക്കുന്നത്. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായത്തിലെ 179-ാം വചനത്തിൽ പറയുന്നില്ലേ, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ എന്ന വചനങ്ങൾ അല്ലാഹു മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒട്ടേറെ നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. അവർക്കുണ്ട് കണ്ണുകൾ, അതുകൊണ്ട് അവർ കാണുന്നില്ല. അവർക്കുണ്ട് കാതുകൾ, അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല. അവർക്കുണ്ട് ചിന്താശക്തി, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. അവർ കന്നുകാലികളെ പോലെയാണ്, അതിലും അധപ്പതിച്ചവരത്രേ. ഇതിത്തരം വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. കാരണം കണ്ണുകൾ കൊണ്ട് കാണേണ്ട രീതിയിൽ കാണുകയും കാതുകൾ കൊണ്ട് കേൾക്കേണ്ട രീതിയിൽ കേൾക്കുകയും ചിന്താശക്തി കൊണ്ട് ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യന്റെ ബാധ്യതയാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിൽ നിന്നും, പ്രപഞ്ചത്തിന്റെ വിശാലതയിൽ നിന്നും, ആ പ്രപഞ്ചത്തിന്റെ അതിസങ്കീർണങ്ങളായ സംവിധാനങ്ങളിൽ നിന്നും, പ്രപഞ്ചത്തിലുള്ള എണ്ണിയാൽ തീരാത്ത നെബുലകളിൽ നിന്നും, ആ പ്രപഞ്ചത്തിലെ കോടാനുകോടി നക്ഷത്ര കൂട്ടങ്ങളിൽ നിന്നും, ഒരു നക്ഷത്ര കൂട്ടത്തിന്റെ ഉള്ളിലുള്ള കോടാനുകോടി നക്ഷത്രങ്ങളിൽ നിന്നും, അതിനു ചുറ്റും കറങ്ങുന്ന ഭൂമിയിലെ മണൽത്തരികളെക്കാൾ അധികമുള്ള ഗോളങ്ങളിൽ നിന്നും, ആ ഗോളങ്ങളുടെ സൂക്ഷ്മമായ ചലനങ്ങളിൽ നിന്നും, സംവിധാനത്തിൽ നിന്നും, ഗുരുത്വാകർഷണ ശക്തിയിൽ നിന്നും, കരയിലും കടലിലുമുള്ള കോടാനുകോടി ജീവികളുടെ ശരീരഘടനയിൽ നിന്നും, ഉള്ളതും ജീവനില്ലാത്തതുമായ എല്ലാ വസ്തുക്കളുടെയും അടിസ്ഥാനമായ പരമാണുവിന്റെ ഉള്ളിലുള്ള പോസിറ്റീവായ പ്രോട്ടോണിൽ നിന്നും, അതിനു ചുറ്റും കറങ്ങുന്ന നെഗറ്റീവായ ഇലക്ട്രോണിൽ നിന്നും, ആ മനോഹരമായ ഭ്രമണത്തിൽ നിന്നും, അതിന്റെ സംവിധാനത്തിൽ നിന്നും സ്രഷ്ടാവിനെ മനസ്സിലാക്കണമെന്നും ഇതൊന്നും യാദൃശ്ചികമായി ഉണ്ടാകില്ലെന്നും ഒരു സ്രഷ്ടാവ് സൃഷ്ടിച്ചതാണെന്ന് മനുഷ്യ സമൂഹത്തോട് ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം മനുഷ്യ സമൂഹത്തോട് കാരുണ്യമാണ് ചെയ്യുന്നത്. കാരണം സ്രഷ്ടാവും സൃഷ്ടികളും തമ്മിലുള്ള മനോഹരമായ ബന്ധത്തെയും ആ സ്രഷ്ടാവ് സൃഷ്ടികൾക്ക് നൽകിയിട്ടുള്ള എണ്ണിയാൽ തീരാത്ത അനുഗ്രഹങ്ങളെയും സൃഷ്ടികൾക്ക് സ്രഷ്ടാവിനോടുള്ള ബാധ്യതയെയും സംബന്ധിച്ച് മനോഹരമായി ഉത്ബോധിപ്പിക്കുക വഴി മനുഷ്യൻ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക് ഇസ്ലാം നയിക്കുകയാണ്. ഇസ്ലാം മനുഷ്യ സമൂഹത്തോട് കാരുണ്യം കാണിക്കുകയാണ്. സ്രഷ്ടാവിനെ അംഗീകരിച്ചാൽ മാത്രം പോരെ എന്ന് ഇസ്ലാം പറയുന്നു. മറിച്ച് സ്രഷ്ടാവിനെ അംഗീകരിക്കേണ്ട രീതിയിൽ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഒരു മനുഷ്യൻ തന്റെ കൈകൾ കൊണ്ടുണ്ടാക്കുന്ന ഒരു വസ്തുവിനൊരു കുഴപ്പമുണ്ടായാൽ, ഒരു ന്യൂനത സംഭവിച്ചാൽ, ആ വസ്തുവിന്റെ കുഴപ്പം തീർക്കാൻ, ആ ന്യൂനത പരിഹരിക്കാൻ ആ മനുഷ്യന് ആ വസ്തുവായി ജനിക്കേണ്ടതില്ല. കാരണം അതുണ്ടാക്കിയ മനുഷ്യനതിന്റെ പ്രശ്നമറിയാം. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം,
മനുഷ്യനെ സൃഷ്ടിച്ച സ്രഷ്ടാവിന് മനുഷ്യന്റെ പ്രശ്നങ്ങൾ അറിയാം. മനുഷ്യനായി ജനിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെ ദൈവാവതാര സങ്കല്പങ്ങൾ, അതായത് ദൈവം മനുഷ്യന്റെ പ്രശ്നങ്ങൾ പഠിക്കാനായിട്ട് മനുഷ്യനായി ജനിച്ചുവെന്ന ആ തത്വം യുക്തിഭദ്രമല്ല എന്ന യാഥാർത്ഥ്യത്തെ വിസ്മരിച്ചുകൊണ്ട് ഈ ലോകങ്ങളെയും അതിലെ ജീവജാലങ്ങളെയും സസ്യലതാദികളെയും എല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഏകനായ സ്രഷ്ടാവിനെ ഏകരക്ഷിതാവായി അംഗീകരിക്കാതെ ഒന്നും സൃഷ്ടിച്ചിട്ടില്ലാത്തതും ഒരു ഉറുമ്പിനെയോ കൊതുകിനെയോ ഈച്ചയെയോ ഈച്ചയുടെ ചിറകിനെ പോലും സൃഷ്ടിച്ചിട്ടില്ലാത്തതും സ്വയം സൃഷ്ടികളായതും അന്ധകാരത്തിൽ ഇരിക്കുന്നതിനെ സംബന്ധിച്ചോ വരാനിരിക്കുന്ന സംഭവ വികാസങ്ങളെ സംബന്ധിച്ചോ ഒന്നും വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ സാധിക്കാത്ത മനുഷ്യരെ ദൈവങ്ങളായി അംഗീകരിക്കുന്നവർ വാസ്തവത്തിൽ സ്രഷ്ടാവിനോട് നന്ദികേടാണ് കാണിക്കുന്നത്. മനുഷ്യ സമൂഹത്തിന് നാശമാണ് വിതയ്ക്കുന്നത്. മനുഷ്യൻ തന്റെ കരങ്ങൾ കൊണ്ടുണ്ടാക്കുന്നൊരു വസ്തു, അവന്റെ കരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ആ വസ്തുവിന് അവൻ കണ്ണുകൾ നൽകുന്നു, കാലുകൾ നൽകുന്നു, കൈകൾ നൽകുന്നു. ആ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത, കൈകൾ കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കാത്ത, കാലുകൾ കൊണ്ട് നടക്കാൻ സാധിക്കാത്ത, നാവ് കൊണ്ട് സംസാരിക്കാൻ സാധിക്കാത്ത, വായ കൊണ്ട് ഭക്തന്മാർ വെക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളിൽ വന്നിരിക്കുന്ന ഈച്ചയാട്ടി ഓടിക്കാൻ സാധിക്കാത്ത, ആ ഭക്ഷണങ്ങൾ കഴിക്കാൻ സാധിക്കാത്ത, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാത്ത, പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ സാധിക്കാത്ത ആ നിർജീവ വസ്തുക്കളെ ആരാധിക്കുന്നവരും വാസ്തവത്തിൽ ദൈവമായി അംഗീകരിക്കുന്നവരും സ്രഷ്ടാവിനോട് നന്ദികേടാണ് കാണിക്കുന്നത്. മനുഷ്യ സമൂഹത്തെ നാശത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ആകാശഭൂമികളെ സൃഷ്ടിച്ചതും അതിൽ നിന്നും ആകാശത്തു നിന്ന് മഴ വർഷിക്കുന്നതും അതിലൂടെ മൃതഭൂമിക്ക് ജീവൻ നൽകുന്നതും കാറ്റിന്റെ ഗതി നിയന്ത്രിക്കുന്നതും കാറ്റിനെ കൊണ്ട് ആകാശഭൂമികൾക്കിടയിൽ മേഘങ്ങളെ നിയന്ത്രിച്ചു നിർത്തുന്നതും ഭൂമിയിൽ പർവ്വതങ്ങൾ നാട്ടിയതും അതിൽ അരുവികൾ ഒഴുക്കിയതും ഇരു സമുദ്രങ്ങൾക്കിടയിൽ മറതീർത്തതും പ്രഭാതം വിടർത്തുന്നതും രാത്രിയെ പ്രശാന്തമാക്കുന്നതും ജീവനില്ലാത്ത നിങ്ങളെ ജീവിതത്തിലേക്കും വീണ്ടും മരണത്തിലേക്കും വീണ്ടും ജീവിതത്തിലേക്കും നയിക്കുന്നതും ആ സൃഷ്ടാവുണ്ടല്ലോ, ആ ഏകനായ സൃഷ്ടാവ്, ആരംഭവും അവസാനവും ഇല്ലാത്ത സൃഷ്ടാവ്. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഏകനായ ഒന്നിനെയും ആശ്രയിക്കാത്ത, ജനിച്ചിട്ടില്ലാത്ത, ജനിപ്പിച്ചിട്ടില്ലാത്ത, ആ ഒന്നുമായി താരതമ്യം ചെയ്യാത്ത ഏകനായ സൃഷ്ടാവ്, ആ സൃഷ്ടാവിനെ മാത്രമേ രക്ഷിതാവായി അംഗീകരിക്കാൻ പാടുള്ളൂവെന്നും ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും അവനോട് മാത്രമേ ദൈവിക സഹായം തേടാൻ പാടുള്ളൂവെന്ന ഉജ്ജ്വലമായ തൗഹീദിന്റെ സന്ദേശത്തിലൂടെ ഇസ്ലാം മനുഷ്യ സമൂഹത്തോട് കാരുണ്യമാണ് ചെയ്യുന്നത്. കാരണം മനുഷ്യരുടെയും ജീവനില്ലാത്ത വസ്തുക്കളുടെയും മന്ത്രവാദികളുടെയും ജിന്നുമ്മമാരുടെയും തങ്ങന്മാരുടെയും കബറുകളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ആഴങ്ങളിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ മോചിപ്പിച്ചുകൊണ്ട് ഉജ്ജ്വലമായ ഏകദൈവ വിശ്വാസത്തിലേക്ക് മനുഷ്യ സമൂഹത്തെ നയിക്കുക മാത്രമല്ല ഇസ്ലാം ചെയ്യുന്നത്. അലൈസല്ലാഹു ബികാഫിൻ അബദഹു, അള്ളാഹു ചോദിക്കുന്നില്ലേ നിങ്ങളുടെ എന്റെ ദാസന്മാർക്ക് ഞാൻ പോരെയെന്ന്. ആ തൗഹീദിന്റെ ഉജ്ജ്വലമായ ഉത്ബോധനത്തിലൂടെ സ്രഷ്ടാവിനോട് നേരിട്ട് പ്രാർത്ഥിക്കാനും അവനോട് നേരിട്ട് ദൈവിക സഹായം തേടാനും അവന്റെ മുൻപിൽ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനും അവന് റസാണിയായി കാണാനും സ്രഷ്ടാവ് മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുള്ള മനോഹരമായ ആ ഉജ്ജ്വലമായ അനുഗ്രഹത്തെ സംബന്ധിച്ച് മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തുക വഴി ഇസ്ലാം മനുഷ്യ സമൂഹത്തോട് കാരുണ്യമാണ് ചെയ്യുന്നത്. സ്രഷ്ടാവിനെ അംഗീകരിക്കുന്ന മനുഷ്യൻ, സ്രഷ്ടാവിനെ യഥാർത്ഥ രീതിയിൽ സ്വീകരിക്കുന്ന മനുഷ്യൻ ആ സ്രഷ്ടാവിനെ അനുസരിക്കുക കൂടി ചെയ്യണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. അതും മനുഷ്യ സമൂഹത്തോടുള്ള കാരുണ്യമാണ്. കാരണം ധാർമ്മിക മൂല്യങ്ങളും നന്മ തിന്മകളുമെല്ലാം അത് വ്യക്തികളാണ് തീരുമാനിക്കേണ്ടതെന്ന് പ്രചരിപ്പിക്കുന്നവർ, അതല്ല സമൂഹങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് ഉത്ബോധിപ്പിക്കുന്നവർ, അതല്ല ഭരണകൂടങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്ന് പ്രഖ്യാപിക്കുന്നവർ വാസ്തവത്തിൽ മനുഷ്യ സമൂഹത്തോട് തിന്മയാണ് ചെയ്യുന്നത്, ക്രൂരതയാണ് പ്രവർത്തിക്കുന്നത്. മനുഷ്യ സമൂഹത്തെ അധാർമികതയുടെ ആഴങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. എക്കാലത്തും ജീവിക്കുന്ന മനുഷ്യ സമൂഹങ്ങളിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകണമെങ്കിൽ അടിസ്ഥാനപരമായ ചില ധാർമ്മിക മൂല്യങ്ങളും നന്മകളും അവർ സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. അവയൊന്നും കാലത്തിനനുസരിച്ച് മാറില്ല, നൂറ്റാണ്ടുകൾക്കനുസരിച്ച് മാറില്ല, സമയത്തിനനുസരിച്ച് മാറില്ല, രാജ്യത്തിനനുസരിച്ച് മാറില്ല. എത്ര കാലങ്ങൾ കഴിഞ്ഞാലും, എത്ര നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും, എത്ര മനുഷ്യ സമൂഹങ്ങൾ മൺമറഞ്ഞാലും, എത്ര ശാസ്ത്ര പുരോഗതി കരസ്ഥമാക്കിയാലും, എത്ര സാമ്പത്തിക നേട്ടങ്ങൾ നേടിയാലും
കൊലപാതകവും വഞ്ചനയും വ്യഭിചാരവും എല്ലാം തെറ്റ് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ ധാർമ്മിക മൂല്യങ്ങളും നന്മ തിന്മകളും തീരുമാനിക്കേണ്ടത് വ്യക്തികളല്ല, സമൂഹങ്ങളല്ല, ഭരണഘടനയല്ല, മറിച്ച് മനുഷ്യനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന, അവന്റെ സ്വപ്നങ്ങളെയും സങ്കല്പങ്ങളെയും ആഗ്രഹങ്ങളെയും അഭിലാഷങ്ങളെയും കുറിച്ചറിയാവുന്ന, അവന്റെ മനസ്സിൽ ഒളിഞ്ഞിരിക്കുന്ന ക്രൂരമായ നീചമായ വികാരങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ബോധമുള്ള സ്രഷ്ടാവിന് മാത്രമേ ധാർമ്മിക മൂല്യങ്ങളെയും നന്മ തിന്മകളെയും സംബന്ധിച്ച് തീരുമാനിക്കാൻ അവകാശമുള്ളൂ എന്ന് വ്യക്തമായി ഉത്ബോധിപ്പിക്കുക വഴി ഇസ്ലാം മനുഷ്യ സമൂഹത്തോട് കാരുണ്യമാണ് ചെയ്യുന്നത്. എന്തെന്നാൽ സ്വവർഗ ലൈംഗിക വിവാഹങ്ങളും കുത്തഴിഞ്ഞ ലൈംഗിക ബന്ധങ്ങളും വിവാഹേതര ലൈംഗിക ബന്ധങ്ങളും മദ്യപാനവും ചൂതാട്ടവും നഗ്നതാ പ്രദർശനവുമെല്ലാം ഭരണഘടന പ്രകാരം അംഗീകരിക്കുന്ന രാഷ്ട്രങ്ങൾ നിലവിലിക്കുന്ന ഈ കാലഘട്ടത്തിൽ അധാർമികതയുടെ അഗാധ ഗർത്തങ്ങളിൽ നിന്നും ആഴങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹത്തെ മോചിപ്പിക്കുന്നത്, ഒരു പരിധിവരെ പിടിച്ചു നിർത്തുന്നതും നിയന്ത്രിക്കുന്നതും ഇസ്ലാം പറയുന്ന ഈ യാഥാർത്ഥ്യമാണ്. അതായത് ധാർമ്മിക മൂല്യങ്ങളും നന്മ തിന്മകളും തീരുമാനിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയുകയുള്ളൂ എന്ന വ്യക്തമായ കൽപ്പന. من عمل صالحا من ذكر أو أنثى وهو مؤمن فلنحيينه حياة طيبة ولنجزينهم أجرهم بأحسن ما كانوا يعملون. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത പുരുഷനും സ്ത്രീക്കും മഹത്തായ ജീവിതവും ഉത്തമമായ പ്രതിഫലവുമുണ്ട് എന്ന് 16-ാം അധ്യായത്തിലെ 97-ാം വചനത്തിലൂടെ അള്ളാഹു ഉത്ബോധിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ധാർമ്മിക മൂല്യങ്ങളും നന്മ തിന്മകളും തീരുമാനിക്കാനുള്ള കഴിവ് സ്രഷ്ടാവിന് മാത്രമേയുള്ളൂ. രണ്ട്, വിശ്വസിച്ച് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾക്കൊരിക്കലും സാൽവേഷൻ ലഭിക്കില്ല. അതായത് ഇഹലോകത്ത് ശാന്തിയും സമാധാനവും പരലോക വിജയവും കരസ്ഥമാക്കാൻ കഴിയില്ല. വിശ്വാസം കൊണ്ട് മാത്രം സാൽവേഷൻ ലഭിക്കുമെന്ന് പറയുന്ന മതങ്ങളുണ്ട്. ഈ ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നന്മകൾ ചെയ്യാനോ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനോ ഈ മതങ്ങൾ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നില്ല. കാരണം വിശ്വാസം മതി, വിശ്വാസമുണ്ട് എങ്കിൽ രക്ഷപ്പെട്ടു എന്നാണ് ഈ മതങ്ങൾ ഉത്ബോധിപ്പിക്കുന്നത്. എന്നാൽ ഇസ്ലാം പറയുന്നത് മറിച്ചാണ്. അള്ളാഹുവിൽ വിശ്വസിച്ചെന്ന് പറഞ്ഞതുകൊണ്ടോ അള്ളാഹുവിനെ അംഗീകരിച്ചുവെന്ന് പ്രഖ്യാപിച്ചതുകൊണ്ടോ അള്ളാഹുവിനെ അനുസരിച്ചുവെന്ന് നാവുകൊണ്ട് പറഞ്ഞതുകൊണ്ടോ നിങ്ങൾക്കൊരിക്കലും സാൽവേഷൻ ലഭിക്കില്ല. ഇഹലോക പരലോക വിജയങ്ങൾ കരസ്ഥമാക്കാൻ കഴിയില്ല. മറിച്ച് അള്ളാഹുവിനെ ഹൃദയത്തിൽ അംഗീകരിച്ചുകൊണ്ട് നന്മകൾ ചെയ്യുകയും തിന്മകളിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യണം. ചുരുക്കത്തിൽ നന്മകൾ ചെയ്യുക എന്നതും തിന്മയിൽ നിന്ന് മാറി നിൽക്കുക എന്നതും ഇസ്ലാം ഒരു വിശ്വാസിയുടെ മേൽ ബാധ്യതയാക്കി തീർത്തിരിക്കുന്നു. അതും ഇസ്ലാം മനുഷ്യ സമൂഹത്തോട് ചെയ്യുന്ന കാരുണ്യമാണ്. അപ്പോൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സൽക്കർമ്മങ്ങളും നന്മകളും മനുഷ്യ സമൂഹത്തിന് നന്മയാണോ ചെയ്യുന്നത്, തിന്മയാണോ എന്ന് നാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. മാസങ്ങളോളം ഗർഭപാത്രത്തിൽ ചുമന്ന് നൊന്ത് പ്രസവിച്ച് മുലപ്പാൽ നൽകിയ പിഞ്ചു പൈതലിനെ കടുത്ത ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ നേടാനായിട്ട് 50 രൂപയ്ക്ക് വിൽക്കുന്ന മാതാക്കളും ലാളിച്ചു വളർത്തിയ പൊന്നുമകളെ കടുത്ത പട്ടിണിയിൽ നിന്നും രക്ഷ നേടാനായിട്ട് വ്യഭിചാര തെരുവുകളിലേക്ക് എറിഞ്ഞുകൊടുക്കുന്ന മാതാപിതാക്കളും പ്രിയപ്പെട്ടവർക്ക് അസുഖം ബാധിച്ച് ചികിത്സിക്കാൻ പണമില്ലാതെ പണമുണ്ടാക്കാനായിട്ട് ഹൃദയവും റച്ചയും വിലക്ക് വിൽക്കുന്ന ഹതഭാഗ്യവാന്മാരും ശിരസിന്റെ മുകളിൽ ഒരു കൂരയില്ലാതെ കൊടും വെയിലത്തും തണുപ്പത്തും തെരുവുകളിൽ താമസിക്കാൻ നിർബന്ധിതരാകുന്ന ദരിദ്രരായ കുടുംബങ്ങളും കടക്കേണിയിൽ നിന്ന് രക്ഷ നേടാനായിട്ട് ആത്മഹത്യ ചെയ്യുന്ന കർഷകരും ഫീസടക്കാൻ പണമില്ലാതെ ജീവനൊടുക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ചോദ്യചിഹ്നങ്ങളായിട്ട് എന്റെയും നിങ്ങളുടെയും മുൻപിൽ നിൽക്കുമ്പോൾ നാം സമ്പാദിച്ച സമ്പാദ്യം നമ്മുടെ കഴിവ് കൊണ്ടാണെന്നും നമ്മുടെ സാമർഥ്യം കൊണ്ടാണെന്നും നമ്മുടെ ബുദ്ധി കൊണ്ടാണെന്നും അതുകൊണ്ട് ഈ സമ്പത്തിൽ ആർക്കും അവകാശമില്ലെന്ന് പറയുന്നത് അനീതിയാണ്, ക്രൂരതയാണ്. എന്നാൽ ഇസ്ലാം പറയുന്നത് മറ്റൊന്നാണ്. അള്ളാഹു മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുള്ള ജീവനും അള്ളാഹു നൽകിയിട്ടുള്ള ആരോഗ്യവും അള്ളാഹു നൽകിയിട്ടുള്ള സാഹചര്യങ്ങളും അള്ളാഹു നൽകിയിട്ടുള്ള ബുദ്ധിയും കൊണ്ട് നിങ്ങൾ സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ യഥാർത്ഥ ഉടമ അള്ളാഹുവാണ്. അതുകൊണ്ട് തന്നെ ആ സമ്പത്തിൽ അനാഥകൾക്കും അഗതികൾക്കും വഴിയാത്രക്കാർക്കും ചോദിച്ചു വരുന്നവർക്കും അടിമകൾക്കും കൂരയില്ലാത്തവർക്കും പട്ടിണി കിടക്കുന്നവർക്കും രോഗികൾക്കും വിദ്യാഭ്യാസത്തിന് പണം തേടുന്നവർക്കും അവകാശമുണ്ട് എന്ന് ഇസ്ലാം പ്രഖ്യാപിക്കുന്നു. ഇതുവഴി ഇസ്ലാം മനുഷ്യ സമൂഹത്തോട് കാരുണ്യമാണ് ചെയ്യുന്നത്.
ഇവിടെ യാതൊരു സംശയവും വേണ്ട. ധനം ചെലവഴിക്കുക, അത് ഏത് രീതിയിലാണ് ചെലവഴിക്കേണ്ടതെന്നും ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. വാർദ്ധക്യത്തിലെത്തി അസുഖങ്ങൾ ബാധിച്ച് രുചികരമായ ഭക്ഷണം കഴിക്കാനോ ആഡംബര വസ്തുക്കൾ ആസ്വദിക്കാനോ കഴിയാതെ പണത്തോടൊരു സ്നേഹമില്ലാത്ത ആ വാർദ്ധക്യത്തിന്റെയും അസുഖത്തിന്റെയും കാലഘട്ടത്തിലല്ല നിങ്ങൾ പണം ദാനം കൊടുക്കേണ്ടത്. മറിച്ച് യുവത്വത്തിന്റെ തളപ്പിൽ നിങ്ങൾക്ക് രുചികരമായ ഭക്ഷണങ്ങളും ആഡംബര വസ്തുക്കളും വാങ്ങാനെല്ലാ സാഹചര്യവുമുള്ളപ്പോൾ, പണത്തോട് പൂർണ്ണമായ സ്നേഹമുള്ളപ്പോൾ തന്നെ ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുക. അതാണ് യഥാർത്ഥ ദാനധർമ്മം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് പരസ്യമായി ദാനം ചെയ്യാം, എന്നാൽ രഹസ്യമായി ദാനം ചെയ്യുന്നതാണ് കൂടുതൽ ഉത്തമമെന്നും ആ ദാനം ദരിദ്രരാണ് എന്ന് പരസ്യമായി നിങ്ങൾക്ക് തോന്നുന്നില്ല എങ്കിലും യഥാർത്ഥത്തിൽ ദരിദ്രരായ ആളുകൾക്ക് നിങ്ങൾ ദാനം ചെയ്യണമെന്നുമെല്ലാം ഖുർആൻ പ്രഖ്യാപിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു, ലാ യർഹമുല്ലാഹു മൻ ലാ യർഹമുന്നാസ. മനുഷ്യരോട് കാരുണ്യം കാണിക്കാത്തവരോട് അള്ളാഹുവും കാരുണ്യം കാണിക്കില്ല. നിങ്ങൾ വാർദ്ധക്യത്തിൽ 100 ദിർഹം ദാനം ചെയ്യുന്നതിനേക്കാൾ ഉത്തമം നിങ്ങളുടെ യുവത്വത്തിൽ 1 ദിർഹം ദാനം ചെയ്യുന്നതാണ്. നിങ്ങളൊരു വൃക്ഷം നടുക, അതിലെ പഴങ്ങൾ കള്ളൻ കവർന്നെടുത്താലും പക്ഷികൾ ഭക്ഷിച്ചാലും അത് ദാനധർമ്മമാണെന്ന ഉത്ബോധനത്തിലൂടെ ദാനധർമ്മം ജീവിതത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാക്കി തീർത്ത് ഇസ്ലാം. അതിലൂടെ ഇസ്ലാം മനുഷ്യ സമൂഹത്തോട് കാരുണ്യമാണ് ചെയ്യുന്നത്. ദാനധർമ്മം ഒരു മുസ്ലിമിന്റെ മേൽ ബാധ്യതയാക്കി തീർത്തിരിക്കുന്നു. ഈ കൽപ്പന ഉള്ളത് കൊണ്ട് തന്നെയാണ് മഹാനായ ഭരണാധികാരി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ഉറങ്ങാൻ കഴിയാതിരുന്നതും രാത്രികാലങ്ങളിൽ എഴുന്നേറ്റ് ജനങ്ങളുടെ ക്ഷേമം അന്വേഷിച്ചതും പട്ടിണി കിടന്ന് കരയുന്ന കുട്ടികളെ കണ്ടപ്പോൾ സ്വയം ആ ഭക്ഷണ പദാർത്ഥങ്ങൾ ചുമന്നുകൊണ്ട് അവിടെ എത്തുകയും സ്വയം പാകം ചെയ്തു കൊടുക്കുകയും ചെയ്തത്. മദീനയിൽ ക്ഷാമം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ തന്റെ കച്ചവട സാധനങ്ങൾ അവിടെ എത്തിയ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഒരുപാട് ലാഭം നൽകാമെന്ന് പറഞ്ഞിട്ട് പോലും അത് നൽകാതെ അവിടുത്തെ ജനങ്ങൾക്ക് അത് അള്ളാഹു അതിന്റെ 10 ഇരട്ടി പ്രതിഫലം നൽകുമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ പ്രേരണ നൽകിയതും മറ്റൊന്നുമല്ല, ദാനധർമ്മം ഒരു മുസ്ലിമിന്റെ മേൽ ഇസ്ലാം ബാധ്യതയാക്കി വെച്ചിട്ടുള്ളത് കൊണ്ടാണ്. അത് ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ വശമാണ്, സ്നേഹത്തിന്റെ വശമാണ്. ആധുനിക സംസ്കാര ജീർണതയുടെ ഏറ്റവും വികൃതമായ മുഖം നിങ്ങൾക്ക് കാണണമെങ്കിൽ ഓൾഡ് ഏജ് ഹോമുകളിലേക്കും വൃദ്ധസദനങ്ങളിലേക്കും ശരണാലയങ്ങളിലേക്കും നിങ്ങളൊന്ന് കടന്നു ചെന്നാൽ അവിടെ ധനികരായ പ്രശസ്തരായ ഒരുപാട് അഭിഭാഷകരുടെയും ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും ധനികരുടെയും എല്ലാം മാതാപിതാക്കൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അവരുടെ കണ്ണുകളിൽ നിങ്ങൾക്ക് കണ്ണുനീര് കാണാം, അവരുടെ മുഖങ്ങളിൽ നിങ്ങൾക്ക് വിഷാദം ദർശിക്കാം, അവരുടെ ഹൃദയമിടിപ്പുകളിൽ നിങ്ങൾക്ക് ഏകാന്തതയുടെ ശബ്ദം കേൾക്കാം. അവരുടെ മൗനത്തിന്റെ പിന്നിൽ ഒരുപാട് അവഗണനയുടെയും നൊമ്പരങ്ങളുടെയും കഥകളുണ്ട്. ആ മൗനത്തിന് വാചാലമാകാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ആ മൗനം ഇപ്രകാരം പറയുമായിരുന്നു: കുഞ്ഞായിരുന്നപ്പോൾ ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ സന്താനങ്ങളെ ഞങ്ങൾ പൊന്നുപോലെ സ്നേഹിച്ചിരുന്നു. അവർക്ക് സ്വയം നടക്കാൻ കഴിയാതിരുന്നപ്പോൾ അവരെ ഞങ്ങൾ എടുത്തുകൊണ്ട് നടന്നിരുന്നു. അവർക്ക് സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിയാതിരുന്ന കാലത്ത് ഞങ്ങൾ അവർക്ക് ഭക്ഷണം വാരിക്കൊടുത്തിരുന്നു. ഞങ്ങളെ ബാധിച്ച ഗുരുതരമായ അസുഖങ്ങൾ പോലും ചികിത്സിക്കാതെ അവരെ ബാധിച്ച ചെറിയ ജലദോഷങ്ങൾക്ക് പോലും ഞങ്ങൾ ചികിത്സ നടത്തിയിരുന്നു. കീറിപ്പറഞ്ഞ വസ്ത്രങ്ങൾ ഞങ്ങൾ സ്വയം ധരിച്ചിട്ടാണെങ്കിലും അവർക്ക് നല്ല വസ്ത്രങ്ങൾ ഞങ്ങൾ നൽകിയിരുന്നു. അവരെ രോഗം ബാധിച്ച കാലങ്ങളിൽ ഒരുപോലെ കണ്ണടക്കാതെ രാത്രി മുഴുവനും അവരെ പരിചരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ അത്യാവശ്യങ്ങൾ പോലും മാറ്റിവെച്ചിട്ട് അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞങ്ങൾ പണം ചെലവഴിച്ചിരുന്നു. അങ്ങനെ അവർ ഉന്നതമായ സ്ഥാനങ്ങൾ എത്തിയപ്പോൾ അവർ ഞങ്ങൾക്ക് തിരിച്ചു നൽകിയത് ക്രൂരമായ പെരുമാറ്റങ്ങളും അവഗണനയും മാത്രമാണ്. മാതാപിതാക്കളുടെ സമ്പത്തിൽ കണ്ണുവെച്ച് അവരെ ക്രൂരമായി വധിച്ചിട്ടുള്ള സന്താനങ്ങളില്ലേ? മാതാപിതാക്കളുടെ സമ്പത്തിൽ കണ്ണുവെച്ച് അവരെ ഭ്രാന്താലയങ്ങളിലേക്ക് പറഞ്ഞയച്ച സന്താനങ്ങളില്ലേ? തങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമുകളാകുമെന്ന് കരുതി ഓൾഡ് ഏജ് ഹോമുകളുടെ വൃദ്ധസദനങ്ങളുടെ ഗാന്ധ ഭീകരതകളിലേക്ക് മാതാപിതാക്കളെ തള്ളിവിട്ട സന്താനങ്ങളില്ലേ? ഇവിടെയാണ് ഇസ്ലാം മാറി നിൽക്കുന്നത്. ഏകനായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും ഉന്നതമായ സൽക്കർമ്മം.
അവനിൽ പങ്കുചേർക്കുക എന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും നീചമായ പാപകൃത്യം. ഇത് ഉണർത്തിയ ശേഷം വിശുദ്ധ ഖുർആനിലെ പല വചനങ്ങളും മാതാപിതാക്കളോടുള്ള കാരുണ്യത്തെയും ബാധ്യതയും സംബന്ധിച്ചുണർത്തുന്നുണ്ട്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അവനിൽ പങ്കുകാരെ ചേർക്കരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മാതാപിതാക്കൾ, വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കൾ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരുമോ നിങ്ങളെ അടുത്തു വന്നാൽ അവരോട് ചെയ്യുന്നു പോലും പറയരുത്, അവരോട് കയർക്കുകയും അരുത്, അവരോട് ഏറ്റവും മാന്യമായി സംസാരിക്കണം. എന്നിട്ട് കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി താഴ്ത്തിക്കൊടുത്തിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം, അള്ളാഹുവേ, കുഞ്ഞുനാളിൽ അവർ ഞങ്ങളോട് ചെയ്ത കാരുണ്യത്തിന് പകരമായി നീ അവർക്ക് കരുണ ചൊരിഞ്ഞു കൊടുക്കണമേ എന്ന്. വവസ്വൈനൽ ഇൻസാന ബിവാലിദൈഹി ഹംലതുഹു ഉമ്മുഹു വഹനൻ അലാ വഹനിൻ വഫിസ്സാലുഹു ഫി ആമൈനി അനിഷ്കുർ ലി വലിവാലിദൈക ഇലയൽ മസീർ. മാതാപിതാക്കളെ സംബന്ധിച്ച് പറയുകയാണ് ഖുർആൻ, ബുദ്ധിമുട്ടിന്റെ മേൽ ബുദ്ധിമുട്ടോടുകൂടി നിന്റെ മാതാവ് നിന്നെ ഗർഭം ചുമന്നു, മുലകുടി നിർത്തിയതാകട്ടെ 2 വർഷം കൊണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനോടും മാതാപിതാക്കളോടും നന്ദി കാണിക്കണമെന്ന് ഖുർആൻ ഉത്ബോധിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് മാതാപിതാക്കളോട് കാരുണ്യത്തോടുകൂടി പെരുമാറണമെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് ധർമ്മസമരത്തിന് പുറപ്പെടാൻ വന്നൊരു വ്യക്തിയോട് മാതാപിതാക്കളെ പോയി പരിചരിക്കാനാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്ത് അള്ളാഹുവിന് വേണ്ടി പലായനം ചെയ്യാൻ അനുവാദം ചോദിച്ചു വന്ന വ്യക്തിയോട് മാതാപിതാക്കളെ പരിചരിക്കാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചത്. മരിച്ചുപോയ മാതാപിതാക്കളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ട് അടുത്ത ബന്ധം പുലർത്തണമെന്നും അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തിൽ മാതാപിതാക്കൾക്ക് പൂർണ്ണമായ അവകാശമുണ്ടെന്നും എല്ലാം പ്രവാചകൻ പറയുകയുണ്ടായി. എന്റെ പിതാവിന്റെ സമ്പത്ത് മുഴുവനും എടുക്കുന്നുവെന്ന പരാതിയുമായി പ്രവാചകന്റെ അടുത്തു വന്ന വ്യക്തിയോട് നിന്റെ പ്രവാചകന് അതിനവകാശമുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സ്നേഹിച്ച സുന്ദരിയായൊരു പെൺകുട്ടി, ആ പെൺകുട്ടി തന്റെ വിവാഹ വാഗ്ദാനം നിരസിച്ചുകൊണ്ട് മറ്റൊരാളെ വിവാഹം കഴിച്ചതിന് പ്രതികാരമായി ഒരാൾ ആ പെൺകുട്ടിയെ ക്രൂരമായി വധിക്കുകയാണ്. അവസാനം മാനസാന്തരം സംഭവിച്ച് പ്രവാചകന്റെ ഒരു അനുയായിയുടെ അടുത്ത് കണ്ണുനീരോടുകൂടി വന്നിട്ട് എനിക്ക് അല്ലാഹു മാപ്പ് നൽകുമോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകന്റെ അനുയായി ചോദിച്ചു, നിനക്കൊരു മാതാവുണ്ടോ എന്ന്? ആ മാതാവിനെ പരിചരിച്ചാൽ ഒരു പക്ഷെ നിനക്ക് അല്ലാഹുവിൽ നിന്നും മാപ്പ് ലഭിച്ചേക്കാം. ഇങ്ങനെ മാതാപിതാക്കളോട് കാരുണ്യത്തോടെ പെരുമാറണമെന്ന് കൽപ്പിക്കുന്ന ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ്, കാരുണ്യത്തിന്റെ മതമാണ്. ഇതാണോ അധാർമികത? ഇതാണോ തിന്മ? എങ്കിൽ തിന്മ എന്താണ്, അധർമ്മം എന്താണ് എന്ന് ഈ പറഞ്ഞവർ വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ആധുനിക സംസ്കാര ജീർണതയുടെ മറ്റൊരു വികൃതമായ മുഖമാണ് ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ. ഉന്നതമായ ഭൗതിക സ്ഥാനങ്ങൾക്ക് വേണ്ടി വിവാഹം ഒരു തടസ്സമാകുമെന്ന് കരുതി വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടാതെ കുത്തഴിഞ്ഞ ലൈംഗിക ജീവിതം നയിക്കുന്ന യുവാക്കളും യുവതികളും, വിവാഹത്തിന് മുൻപ് തന്നെ ലൈംഗിക ബന്ധങ്ങളിൽ നിന്ന് സന്താനങ്ങൾ ജനിക്കുകയും ആ സന്താനങ്ങളെ തെരുവുകളിലേക്ക് വലിച്ചെറിയുന്ന മാതാക്കൾ, വിവാഹശേഷം വിവാഹമോചനം നേടി മാതാപിതാക്കളുടെ ലാളനയും പരിചരണവും ഏൽക്കാതെ സമൂഹത്തിലേക്ക് അവർ വലിച്ചെറിയപ്പെടുകയും മാനസിക രോഗികളും കുറ്റവാളികളുമായി ചോദ്യചിഹ്നങ്ങളായി നിൽക്കുന്ന തലമുറകൾ, വിവാഹശേഷവും അന്യപുരുഷനും സ്ത്രീയുമായി ലൈംഗിക ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ഭർത്താവും ഭാര്യയും, ഭാര്യയെ മറ്റുള്ളവർക്ക് കാഴ്ചവെക്കുന്ന ഭർത്താക്കന്മാർ, ഇങ്ങനെ പല രീതികളിലും ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ ഇരുണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോകുന്നത്. ഇത് വളരെ അപകടകരമായ അവസ്ഥയാണ്. കാരണം ഒരു ഭദ്രമായ സമൂഹത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഭദ്രമായ കുടുംബമാണ്. ഒരു കുടുംബത്തിന്റെ ഭദ്രത എന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹമാണ്, സമാധാനമാണ്. ലിതസ്കുനു ഇലൈഹ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ. നിങ്ങൾ സമാധാനം അടയേണ്ടതിനു വേണ്ടി നിങ്ങളിൽ നിന്നും ഒരു ഇണയെ സൃഷ്ടിക്കുകയും സ്നേഹവും കാരുണ്യവും നിങ്ങളിൽ അങ്കുരിപ്പിച്ചത് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്ന് 30-ാം അധ്യായത്തിൽ 21-ാം വചനത്തിലൂടെ ഖുർആൻ ഉണർത്തുന്നുണ്ട്. അപ്പോൾ ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് വെച്ചാൽ സമാധാനത്തിന് വേണ്ടിയുള്ളതാണ്. അവർ തമ്മിൽ കാരുണ്യമുണ്ടാകണം, സ്നേഹമുണ്ടാകണം. വിവാഹത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ സൗന്ദര്യവും ആരോഗ്യവും സമ്പത്തുമെല്ലാം അടുപ്പിക്കാനുള്ള ഘടകങ്ങളാകാം. എന്നാൽ വർഷങ്ങൾ കഴിയുമ്പോൾ ആരോഗ്യം നശിച്ച്, സമ്പത്ത് നശിച്ച്, സൗന്ദര്യം നശിച്ചു കഴിഞ്ഞാൽ
ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹമുണ്ടാകണമെങ്കിൽ പരസ്പര കാരുണ്യം, ബന്ധമുണ്ടാകണമെങ്കിൽ സ്നേഹമുണ്ടാകണം, കാരുണ്യമുണ്ടാകണം. ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളായിട്ടാണ് ഇസ്ലാം പുരുഷനെയും സ്ത്രീയെയും അവതരിപ്പിക്കുന്നത്. വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, സ്ത്രീകൾക്ക് ഉത്തരവാദിത്തങ്ങളുള്ളതുപോലെ തന്നെ അവകാശങ്ങളുണ്ടെന്ന് 2-ാം അധ്യായത്തിൽ 228-ാം വചനത്തിലൂടെയും വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, സ്ത്രീകളോട് ഏറ്റവും നല്ല രീതിയിലാണ് പെരുമാറേണ്ടതെന്നെല്ലാം ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നു. ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളോട് ഏറ്റവും ഉത്തമമായ രീതിയിൽ പെരുമാറണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ സ്നേഹത്തിലും സമാധാനത്തിലും കോർത്തിണക്കപ്പെട്ട ബന്ധമാണ് പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ബന്ധം. അതോടൊപ്പം തന്നെ വിവാഹമോചനം ഇസ്ലാം അനുവദിക്കുന്നത് അനിവാര്യമായ ഘട്ടങ്ങളിലാണ്. അതും കാരുണ്യമാണ് മനുഷ്യ സമൂഹത്തോടുള്ളത്. വ്യത്യസ്ത വ്യക്തിത്വങ്ങൾ വിവാഹത്തിലൂടെ ഒന്നാകുമ്പോൾ സ്നേഹത്തിനു പകരം വെറുപ്പും, സഹകരണത്തിനു പകരം നിസ്സഹകരണവും, യോജിപ്പിന് പകരം വിയോജിപ്പും സ്ഥാനം പിടിക്കുമ്പോൾ വിവാഹബന്ധം ഒരു ചങ്ങലയായി മാറുന്ന ഘട്ടത്തിൽ പുരുഷനും സ്ത്രീക്കും വിവാഹമോചനം നിഷേധിക്കുന്നുവെങ്കിൽ ഭർത്താവ് ഭാര്യയെയും ഭാര്യ ഭർത്താവിനെയും കൊന്നുകളയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകുമെന്ന് സമകാലിക സംഭവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് അനിവാര്യമായ ഘട്ടങ്ങളിൽ ഇസ്ലാം വിവാഹമോചനം അനുവദിച്ചിട്ടുള്ളത്. അതും ഇസ്ലാമിന്റെ കാരുണ്യമാണ്. വിവാഹത്തിലൂടെ വരും തലമുറകളെ വാർത്തെടുക്കണമെന്നതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന മറ്റൊരു തത്വം. മാതാപിതാക്കൾക്ക് സന്താനങ്ങൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും നല്ല സൽഗുണം എന്ത് എന്ന് വെച്ചാൽ ദൈവവിശ്വാസികളായിട്ട് അവരെ വളർത്തുക എന്നതാണ്, സൂക്ഷ്മതയുള്ളവരായിട്ട് വളർത്തുക എന്നതാണ്. സന്താനങ്ങളെ ആലിംഗനം ചെയ്യണമെന്നും ചുംബിക്കണമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചിരിക്കുന്നു. സന്താനങ്ങളോട് ഏറ്റവും നല്ല രീതിയിലായിരിക്കണം പെരുമാറേണ്ടത്. സന്താനങ്ങൾക്കിടയിൽ യാതൊരു തരംതിരിവും കാണിക്കാൻ പാടില്ല. ഒരു പെൺകുട്ടിയുടെ ജനനം ഒരു ദുഃഖമായി, ശാപമായി, ദുരന്തമായി കാണുന്നവർ ഇക്കാലഘട്ടത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഭ്രൂണത്തിന്റെ ലിംഗം നിർണയിക്കാനായിട്ട് സ്കാനിംഗ് കേന്ദ്രങ്ങളിൽ പോയി പെൺഭ്രൂണമാണ് എങ്കിൽ അത് നശിപ്പിച്ച് കളയുന്ന ക്രൂരമായ സമ്പ്രദായം ഇന്നും നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പെൺകുട്ടികളെ കൊന്നുകളയുന്ന മാതാപിതാക്കൾ ഈ ആധുനിക യുഗത്തിലുമുള്ളത്. 7-ാം നൂറ്റാണ്ടിലും അത്തരത്തിലുള്ള ഒരു കാടൻ സമ്പ്രദായം അറേബ്യൻ രാജ്യങ്ങളിൽ നിലനിന്നിരുന്നു. പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടുന്ന കാടൻ സമ്പ്രദായം. ഒരു പെൺകുട്ടിയെ കുഴിച്ചുമൂടാനായിട്ട് പിതാവ് കൊണ്ടുപോവുകയാണ്. അങ്ങനെ കുഴിവെട്ടുമ്പോൾ പിതാവിന്റെ താടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിമണ്ണ് കണ്ടിട്ട് തന്നെ കുഴിച്ചുമൂടാനാണ് ആ പിതാവ് കുഴിവെട്ടുന്നതെന്നറിയാതെ ആ കുഞ്ഞ് കൈകൾ കൊണ്ട് ആ പിതാവിന്റെ താടിയിൽ പറ്റിപ്പിടിച്ചിരുന്ന പൊടിമണ്ണ് ആ പെൺകുട്ടി തുടച്ചു നീക്കുന്നു. എന്നിട്ടും മനസ്സലിയാതെ ആ പിതാവ് ആ പെൺകുട്ടിയെ ക്രൂരമായി കുഴിച്ചുമൂടുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞ് ഇസ്ലാമിന്റെ ചൈതന്യം ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്നു. ഒരു പെൺകുട്ടിയുടെ ജനനത്തെക്കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചാലെന്ന 16-ാം അധ്യായത്തിലെ 58-ാം വചനവും ولا تقتلوا أولادكم خشية إملاق نحن نرزقهم وإياكم إن قتلهم كان خطوا كبيرا. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ സന്താനങ്ങളെ വധിക്കരുത്. മാതാപിതാക്കൾക്കും സന്താനങ്ങൾക്കും ഞാനാണ് വിഭവങ്ങൾ നൽകുന്നത്. സന്താനങ്ങളെ വധിക്കുന്നത് ക്രൂരമായ നടപടിയാണെന്ന 17-ാം അധ്യായത്തിലെ 31-ാം വചനവും എന്ത് കുറ്റത്തിനാണ് പെൺകുട്ടി വധിക്കപ്പെട്ടതെന്ന് പെൺകുട്ടിയോട് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി നൽകുന്ന മറുപടി നിങ്ങൾ സൂക്ഷിക്കുക എന്ന് 81-ാം അധ്യായത്തിൽ 8-ഉം 9-ഉം വചനങ്ങളും ഈ പിതാവിനെ പിടിച്ചു കുലുക്കുകയാണ്. ഓരോ ദിവസം കണ്ണടക്കുമ്പോഴും ഓരോ മൺചട്ടി മണ്ണിടുമ്പോഴും നിഷ്കളങ്കമായി നോക്കുന്ന ആ കണ്ണുകളുണ്ടല്ലോ, ആ കണ്ണുകൾ ആ പിതാവിനെ വേട്ടയാടാൻ ആരംഭിച്ചു. അങ്ങനെ മണ്ണിട്ട് മൂടുമ്പോൾ അവസാനം കൈകൾ മുകളിലേക്ക് ഉയർന്നു വരുന്നു. ആ കൈകളും ക്രൂരമായിട്ട് കുഴിച്ചു മൂടിയ ആ പെൺകുട്ടിയുടെ അവസ്ഥ ആ പിതാവിനെ വേട്ടയാടിക്കൊണ്ട് നിറകണ്ണുകളോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തെത്തിയത് പറയുമ്പോൾ പ്രവാചകനും പൊട്ടിക്കരഞ്ഞുപോയി. ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ പെൺകുട്ടികളുടെ ജന്മം ഒരു സന്തോഷ വാർത്തയാണെന്ന് പ്രഖ്യാപിച്ച ഖുർആൻ കാരുണ്യത്തിന്റെ മതമല്ലേ? ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ സന്താനങ്ങളെ വധിക്കരുതെന്ന് പ്രഖ്യാപിച്ച ഖുർആൻ കാരുണ്യത്തിന്റെ മതമല്ലേ? അങ്ങനെ വധിക്കുന്ന മാതാപിതാക്കൾക്ക് കഠിനമായ ശിക്ഷയുണ്ടെന്ന് ഉത്ബോധിപ്പിച്ച ഖുർആൻ ഇസ്ലാമും കാരുണ്യത്തിന്റെ മതമല്ലേ? എന്ത് അധാർമികതയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്?
മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർദി ഫകന്നമ ഖതല അന്നാസ് ജമീഅ വമൻ അഹ്യാഹാ ഫകന്നമ അഹ്യ അന്നാസ് ജമീഅ. ഭൂമിയിൽ അതിക്രമം പ്രവർത്തിച്ചതിന്റെ പേരിലോ ഒരു നിരപരാധിയെ വധിച്ചതിന്റെ പേരിലോ അല്ലാതെ ഒരു കൊലപാതകം നടത്തിയാൽ മൊത്തം മനുഷ്യ സമൂഹത്തെയും വധിക്കുന്നതിന് തുല്യമാണെന്നും ഒരു നിരപരാധിയെ രക്ഷിക്കുന്നത് മൊത്തം മനുഷ്യ സമൂഹത്തെയും രക്ഷിക്കുന്നതിന് തുല്യമാണെന്നും പ്രഖ്യാപിക്കുന്ന ഖുർആൻ, അങ്ങനെ ജീവന്റെ പവിത്രത, ആ ജീവൻ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും നിയമാനുസൃതമായിട്ടല്ലാതെ ജീവൻ അപഹരിക്കപ്പെടരുതെന്നും ഉത്ബോധിപ്പിക്കുന്ന ഖുർആൻ കാരുണ്യത്തിന്റെ മതമല്ലേ? മനുഷ്യരോട് മാത്രമല്ല, ജീവജാലങ്ങളോടും ഇസ്ലാം കാരുണ്യം കാണിക്കുകയാണ്. സസ്യാഹാരം കഴിക്കുന്ന ജീവികളും മാംസാഹാരം കഴിക്കുന്ന ജീവികളും ആ മരിച്ച മൃതശരീരങ്ങൾ തിന്ന് ജീവിക്കുന്ന ഡീകമ്പോസേഴ്സും ജീവനില്ലാത്ത വസ്തുക്കളും നമ്മുടെ ഭൂമുഖത്തുണ്ട്. സസ്യാഹാരം കഴിക്കുന്ന ജീവികൾ മാത്രമേ ഈ ലോകത്തുള്ളൂവെങ്കിൽ അവ സസ്യലതാദികൾ മുഴുവനും കഴിച്ചു തീർക്കുകയും ഭൂമി താമസയോഗ്യമല്ലാതെയാക്കി തീർക്കുകയും ഇവിടത്തെ സമതുലിതാവസ്ഥ തെറ്റുകയും ചെയ്യും. മാംസാഹാരം കഴിക്കുന്ന ജീവികൾ മാത്രമേ ഉള്ളൂവെങ്കിൽ പല ജീവികളുടെയും വംശഹത്യ സംഭവിക്കും. അതുകൊണ്ട് സസ്യാഹാരം കഴിക്കുന്ന ജീവികൾ വേണം, മാംസാഹാരം കഴിക്കുന്ന ജീവികൾ വേണം. അതുകൊണ്ട് തന്നെയാണ് സസ്യാഹാരം കഴിക്കുന്ന ജീവികൾക്ക് ഫ്ലാറ്റ് ടീത്ത്, പരന്ന പല്ലുകളും അവയുടെ ദഹനേന്ദ്രിയങ്ങൾക്ക് സസ്യാഹാരം മാത്രം ദഹിപ്പിക്കാനുള്ള കഴിവും അല്ലാഹു നൽകിയത്. മാംസാഹാരം കഴിക്കുന്ന ജീവികൾക്ക് കാനൈൻ ടീത്ത്, കൂർത്ത പല്ലുകളും അവയുടെ ദഹനേന്ദ്രിയങ്ങൾക്ക് മാംസാഹാരം മാത്രം ദഹിപ്പിക്കാനുള്ള കഴിവും അല്ലാഹു നൽകിയത്. മനുഷ്യൻ അല്ലാഹു കാനൈൻ ടീത്ത്, കൂർത്ത പല്ലുകളും ഫ്ലാറ്റ് ടീത്ത്, പരന്ന പല്ലുകളും നൽകി. മനുഷ്യന്റെ ദഹനേന്ദ്രിയങ്ങൾക്ക് മാംസാഹാരവും സസ്യാഹാരവും ഒരുപോലെ ദഹിപ്പിക്കാനുള്ള കഴിവും നൽകി. അതുകൊണ്ട് തന്നെ മാംസാഹാരം മനുഷ്യന്, അത് മാംസാഹാരത്തിനു വേണ്ടി മൃഗങ്ങളെ വധിക്കാൻ മനുഷ്യനെ ഇസ്ലാം അനുവദിച്ചത് കാരുണ്യമാണ്. മനുഷ്യൻ ഭക്ഷിക്കുന്ന കന്നുകാലികളാണ്, അതുപോലെയുള്ള ജീവികളാണ് ലോകത്ത് ഏറ്റവും കൂടുതലുള്ളത്. ഈ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കുക. അപ്പോൾ മനുഷ്യനോട് കാരുണ്യം കാണിക്കുന്ന അല്ലാഹു ഒരിക്കലും ജീവജാലങ്ങളോടുള്ള കാരുണ്യം വിസ്മരിക്കുന്നില്ല. ഇസ്ലാം ഒരിക്കലും മറന്നു കളയുന്നില്ല. അല്ലാഹു കാരുണ്യം തന്റെ ബാധ്യതയായി ഏറ്റെടുത്തിരിക്കുന്നുവെന്നും ആ കാരുണ്യം ചെയ്യുന്നവർ അല്ലാഹു ഇഷ്ടപ്പെടുന്നുവെന്ന ഉത്ബോധനത്തിലൂടെ സർവ്വജീവജാലങ്ങളോടും കാരുണ്യത്തോടെ പെരുമാറണമെന്ന് ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാം. ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം കാണിക്കൂ, ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കാരുണ്യം കാണിക്കുമെന്ന ഉത്ബോധനത്തിലൂടെ ജീവജാലങ്ങളോട് കാരുണ്യത്തോടെ പെരുമാറണമെന്ന് ഉത്ബോധിപ്പിച്ച പ്രവാചകൻ ജീവികളെ ചെറിയ കല്ലുകൾ കൊണ്ടുപോലും എറിയരുതെന്നും ഒരു കുരുവിയെയോ അതിനേക്കാൾ ചെറുതായ ഒരു ജീവിയെയോ ന്യായമായ കാരണങ്ങൾക്കല്ലാതെ വധിക്കരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഒരു അനുയായി ചോദിച്ചു, എന്താണ് പ്രവാചകരെ ന്യായമായ കാരണം? ഭക്ഷണത്തിനു വേണ്ടി മാത്രം നിങ്ങൾക്കത് ചെയ്യാമെന്ന് പ്രവാചകൻ പറഞ്ഞു. കുതിരയുടെ വാല് മുറിക്കരുതെന്നും ജീവനുള്ള ഒട്ടകങ്ങളിൽ നിന്നും മാംസം മുറിച്ചെടുത്ത് പൊരിച്ചു തിന്നുന്ന അറബികളുടെ കാടൻ സമ്പ്രദായം പൈശാചികമാണെന്നും വേട്ടക്കടിമപ്പെട്ടവന് വിശ്വാസം നഷ്ടപ്പെട്ടതുപോലെയാണെന്നുമെല്ലാമുള്ള ഉത്ബോധനങ്ങളിലൂടെ ജീവജാലങ്ങളോട് കാരുണ്യത്തോടെ പെരുമാറണമെന്ന് ഉത്ബോധിപ്പിച്ച പ്രവാചകനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ഉറുമ്പ് കടിച്ചതിന് പ്രതികാരമായി ഉറുമ്പിൻ കൂട്ടത്തെ മുഴുവനും നശിപ്പിച്ചൊരു പ്രവാചകനെ അള്ളാഹു ശാസിച്ചതിനെ സംബന്ധിച്ചും പൂച്ചയെ പട്ടിണിക്കിട്ട് കൊന്ന സ്ത്രീയെ അള്ളാഹു നരകത്തിലാക്കിയതിനെ സംബന്ധിച്ചും നായയുടെ ദാഹം ശമിപ്പിച്ച ഒരു വ്യഭിചാരണിക്ക് പോലും അള്ളാഹു മാപ്പ് നൽകിയതിനെയും സ്വർഗത്തിലാക്കിയതിനെയും സംബന്ധിച്ചുമെല്ലാം പ്രവാചകൻ ഉത്ബോധിപ്പിച്ചിട്ട് അനുയായികളോട് പറഞ്ഞു, നിങ്ങൾ ജീവജാലങ്ങളോട് കാരുണ്യത്തോടെ പെരുമാറണമെന്ന്. താഴ്ന്ന ജാതിക്കാരെന്ന പേര് നൽകി തൊട്ടുകൂടായ്മയുടെയും തീണ്ടിക്കൂടായ്മയുടെയും ചങ്ങലകളിൽ ബന്ധിച്ച് ഉന്നത തൊഴിലുകളിൽ ഏർപ്പെടരുതെന്നും ആരാധനാലയങ്ങളിൽ പ്രവേശിക്കരുതെന്നും ആരാധനക്ക് നേതൃത്വം കൊടുക്കരുതെന്നും മാറുമറക്കരുതെന്നുമെല്ലാം ഉത്ബോധിപ്പിച്ച് നൂറ്റാണ്ടുകളായിട്ട് അടിമകളാക്കി വെച്ചിരുന്ന ഭാരതത്തിൽ അധകൃത വർഗമെന്ന് പറയുന്നവർക്ക് കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിയമഗ്രന്ഥങ്ങളിലൂടെ മോചനം ലഭിച്ചുവെങ്കിലും ഇന്നും അതൊരു സങ്കല്പമാണ്. കാരണം ഉന്നത ജാതിക്കാരെന്ന് സ്വയം തെറ്റിദ്ധരിച്ച് നടക്കുന്ന ആളുകളുടെ കാഴ്ചപ്പാടിൽ അവർ നികൃഷ്ട ജീവികളാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുമായിട്ടുള്ള വിവാഹ ബന്ധങ്ങളിൽ അവർ ഏർപ്പെടാത്തത്. കറുത്തവനായി ജനിച്ചു എന്നതിന്റെ പേരിൽ വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ താമസിക്കണമെന്നും ബസ്സുകളിൽ വ്യത്യസ്ത സീറ്റുകളിൽ ഇരിക്കണമെന്നും വിദ്യാലയങ്ങളിൽ വ്യത്യസ്ത ക്ലാസ് മുറികളിൽ ഇരുന്ന് പഠിക്കണമെന്നും പൊതുസ്ഥലങ്ങളിൽ വ്യത്യസ്ത കുളിമുറികൾ ഉപയോഗിക്കണമെന്നും
വെളുത്തവരുമായി വിവാഹബന്ധം പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരുപാട് കാലം കറുത്തവരെ അടിച്ചമർത്തി വെച്ചിരുന്നു. എന്നാൽ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഹേ മനുഷ്യരെ, നിങ്ങളെ ഒരു പുരുഷനിൽ നിന്നും സ്ത്രീയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. വർഗങ്ങളും ഗോത്രങ്ങളും ആക്കിയിരിക്കുന്നത് പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രം. തീർച്ചയായും അല്ലാഹുവിങ്കൽ ഏറ്റവും ആദരണീയർ, ഏറ്റവും സൂക്ഷ്മത പുലർത്തുന്നവരത്രേ എന്ന വിശുദ്ധ ഖുർആനിലെ 49-ാം അധ്യായത്തിലെ 13-ാം വചനത്തിലൂടെ മനുഷ്യരെല്ലാം തുല്യരെന്ന് പ്രഖ്യാപിക്കുന്ന ഖുർആൻ കാരുണ്യത്തിന്റെ വേദഗ്രന്ഥമല്ലേ? ഹേ ജനങ്ങളെ, ഏകനാണ് നിങ്ങളുടെ നാഥൻ. നിങ്ങളെല്ലാം ആദമിൽ നിന്നും ജനിച്ചു. ആദമോ മണ്ണിൽ നിന്നും. കറുത്തവന് വെളുത്തവനേക്കാളോ, വെളുത്തവന് കറുത്തവനേക്കാളോ, അറബിക്ക് അനറബിയേക്കാളോ, അനറബിക്ക് അറബിയേക്കാളോ യാതൊരു ശ്രേഷ്ഠതയുമില്ല എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉത്ബോധനം കാരുണ്യമല്ലേ? ഇസ്ലാമിന്റെ സ്നേഹത്തിന്റെ സന്ദേശങ്ങളല്ലേ ഇവിടെയെല്ലാം നിങ്ങൾ കാണുന്നത്? മനുഷ്യർക്ക് മറ്റു ജീവജാലങ്ങളിൽ നിന്നും അള്ളാഹു വ്യത്യസ്തമായ ഒരു അനുഗ്രഹം നൽകിയിട്ടുണ്ട്. മറ്റു ജീവജാലങ്ങൾക്ക് വിശ്വാസം തെരഞ്ഞെടുക്കാനോ തിരസ്കരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യമില്ല. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വിശ്വാസം തെരഞ്ഞെടുക്കാനും ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഈ മതസ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് മനുഷ്യ പ്രകൃതിക്ക് നേരെയുള്ള കൈകടത്തലാണ്, ക്രൂരതയാണ്. ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. മതത്തിൽ ബലാത്കാരമില്ല, ശരിയും തെറ്റും വേർതിരിഞ്ഞു നിൽക്കുന്നുവെന്ന വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായത്തിലെ 256-ാം വചനത്തിലൂടെയും ഇന്ന ഹദൈനാഹു സബീൽ ഇമ്മാ ശാക്കിറൻ വ ഇമ്മാ കഫൂറ. 2 പാതകളുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് നന്ദിയുള്ളവരാകാം, അല്ലെങ്കിൽ നന്ദി കെട്ടവരാകാമെന്ന 76-ാം അധ്യായത്തിലെ 3-ാം വചനത്തിലൂടെയും ഈ മതസ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് പറയുക മാത്രമല്ല ഇസ്ലാം ചെയ്യുന്നത്, മറ്റു മതങ്ങളുമായിട്ടുള്ള സ്നേഹ സംവാദങ്ങൾ നടത്താൻ അനുവദിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ വിശ്വാസങ്ങളെ അവഹേളിക്കാനോ അപമാനിക്കാനോ പാടില്ല എന്നും അവരോട് അനീതി ചെയ്യരുതെന്നും അവരുടെ ആരാധനാലയങ്ങൾ തകർക്കരുതെന്നും ഖുർആൻ വ്യക്തമായിട്ട് കൽപ്പിക്കുന്നതും ഖുർആന്റെയും ഇസ്ലാമിന്റെയും കാരുണ്യത്തിന്റെ വശങ്ങളാണ്. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്. അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്ന വസ്തുക്കളെ അപമാനിക്കുകയോ അവഹേളിക്കുകയോ ചെയ്യരുതെന്ന് 6-ാം അധ്യായത്തിലെ 108-ാം വചനത്തിലൂടെയും വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദഹും ബിബഅദ ലഹുദ്ദിമത് സുബാമി വബിയം വസലവാത് വമസാജിദു യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറ. അല്ലാഹു ചിലരെ കൊണ്ട് തടഞ്ഞില്ലായിരുന്നുവെങ്കിൽ ക്രൈസ്തവ ദേവാലയങ്ങളും യഹൂദരുടെ സിനഗോഗുകളും സന്യാസ മഠങ്ങളും തകർക്കപ്പെടുമായിരുന്നുവെന്ന 22-ാം അധ്യായത്തിലെ 40-ാം വചനത്തിലൂടെയും അമുസ്ലിങ്ങളോട് നീതി ചെയ്യുക, നീതി ചെയ്യുന്നതിന് അല്ലാഹു ഇഷ്ടപ്പെടുന്നുവെന്ന 60-ാം അധ്യായത്തിലെ 8-ാം വചനത്തിലൂടെയും ഈ യാഥാർത്ഥ്യങ്ങളാണ് ഇസ്ലാം മനുഷ്യ സമൂഹത്തിന്റെ മുൻപിൽ വെക്കുന്നത്. ഇതെല്ലാം ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ വശങ്ങളല്ലേ? ലൈസ മിന്നാ മൻ ദഅ ഇലാ അസബിയത്തിൻ വഖാതല ഇലാ അസബിയത്തിൻ വമാത ഇലാ അസബിയത്തിൻ. വർഗീയതയിലേക്ക് ക്ഷണിക്കുകയും വർഗീയതയ്ക്ക് വേണ്ടി കൊല്ലുകയും വർഗീയതയ്ക്ക് വേണ്ടി പോരാടുകയും ചെയ്യുന്നവൻ നമ്മിൽപ്പെട്ടവനല്ലെന്നും, നിന്റെ സമുദായം ഒരു തെറ്റ് ചെയ്യുന്നു, അത് തെറ്റാണ് എന്ന് പറയുന്നില്ലെങ്കിൽ അതാണ് വർഗീയത എന്ന ഉത്ബോധനങ്ങളിലൂടെ വർഗീയതയെ എതിർത്ത പ്രവാചകൻ, വർഗീയതയെ എതിർക്കുന്ന ഇസ്ലാം, ഒരു ജനതയോടുള്ള വെറുപ്പ്, അവരോട് അതിക്രമം കാണിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുതെന്നും, ധർമ്മയുദ്ധങ്ങളിൽ പോലും സത്യത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടിയുള്ള ധർമ്മയുദ്ധങ്ങളിൽ പോലും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധരെയും ഉപദ്രവിക്കുകയോ വധിക്കുകയോ ചെയ്യരുതെന്നും, ഈന്തപ്പനത്തടികൾ മുറിക്കരുതെന്നും, കൃഷിയിടങ്ങൾ നശിപ്പിക്കരുതെന്നും, ആരാധനാലയങ്ങളിൽ പ്രാർത്ഥനയിൽ ഇരിക്കുന്നവരെ അവരുടെ പ്രാർത്ഥനയിൽ മുഴുകാൻ അനുവദിക്കണമെന്നുമെല്ലാമുള്ള ഉത്ബോധനങ്ങളിലൂടെ എല്ലാ തരത്തിലുള്ള ഭീകരപ്രവർത്തനങ്ങളെയും വർഗീയതയും എതിർക്കുന്ന മതമാണ് ഇസ്ലാം. ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് എന്നതിന്റെ തെളിവല്ലേ ഇത്? കച്ചവടക്കാരോടുള്ള ഉത്ബോധനങ്ങള്, നിങ്ങൾ പരസ്പരം തൃപ്തിപ്പെട്ടുകൊണ്ടുള്ള വ്യാപാരങ്ങളിൽ ഏർപ്പെടുക, അതല്ലാതെ പരസ്പരം നിങ്ങളുടെ സമ്പത്ത് ഭക്ഷിക്കരുതെന്നും, അളവ് തൂക്കത്തിൽ വ്യതിയാനം വരുത്തരുതെന്നും, സത്യസന്ധനും കണിശക്കാരനുമായ വ്യാപാരിയാണ് പരലോകത്ത് അന്ത്യദിനത്തില്. അവർ പ്രവാചകന്മാരോടും രക്തസാക്ഷികളോടും സത്യപാലന്മാരോടും കൂടെയായിരിക്കുമെന്നും, അളക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി അളന്നു വാങ്ങണമെന്നും, വിൽക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി അളന്നു വിൽക്കണമെന്നും ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാം. അതുപോലൊരു വസ്തു നിങ്ങൾ വിൽക്കുന്നുവെങ്കിൽ വിൽപ്പനക്കാരനോട് വസ്തുവിന്റെ ന്യൂനത
പറഞ്ഞ ശേഷം മാത്രമേ വിൽക്കാൻ പാടുള്ളൂവെന്നും ആ വിൽപ്പനയാണ് നല്ല വിൽപ്പനയെന്നും ആ വസ്തുവിന്റെ ന്യൂനത മറച്ചുവെച്ച് വിൽക്കുന്നത് തെറ്റാണ്, തിന്മയാണെന്നും ഉത്ബോധിപ്പിച്ച പ്രവാചകൻ അങ്ങനെ കരിഞ്ചന്ത നടത്തരുത്, പൂഴ്ത്തിവെപ്പ് നടത്തരുത് എന്നെല്ലാം വ്യക്തമായി കൽപ്പിച്ചു. അതിലൂടെ ഉപഭോക്താക്കളോട് കാരുണ്യം കാണിക്കുന്ന ഇസ്ലാം സ്വന്തം കരങ്ങൾ കൊണ്ട് അധ്വാനിച്ചുണ്ടാക്കുന്ന സമ്പത്താണ് ഏറ്റവും ഉന്നതമായ സമ്പത്തെന്നും സ്വന്തം കരങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന സമ്പാദിച്ചുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും ഉത്തമമായ ഭക്ഷണമെന്നും അധ്വാനിക്കുന്നവനെ അള്ളാഹു തന്റെ സ്നേഹിതനെ പോലെ കണക്കാക്കുന്നുവെന്നും സ്വന്തം കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കാനായിട്ട് പുറപ്പെടുന്നവൻ അള്ളാഹുവിന്റെ മാർഗത്തിലാണെന്ന് ഉത്ബോധനങ്ങളിലൂടെ അധ്വാനത്തിന്റെ മഹാത്മ്യം ഉത്ബോധിപ്പിക്കുന്ന ഇസ്ലാം ഭരണകർത്താക്കളോട് സൂക്ഷ്മതയോടെ ഭരിക്കണമെന്നും ജനങ്ങളോട് കാരുണ്യത്തോടെ പെരുമാറണമെന്നും അങ്ങനെ പെരുമാറുന്ന നീതിയുക്തനായിട്ടുള്ള ഭരണാധികാരി സ്വർഗത്തിൽ ഏറ്റവും ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്ന 7 വിഭാഗത്തിലൊന്നായിരിക്കുമെന്നും മറിച്ച് മനുഷ്യരോട് കൊടും ക്രൂരത ചെയ്യുന്ന ഭരണാധികാരികൾ ഏറ്റവും താഴ്ന്ന സ്ഥാനത്താണെന്നും ഉത്ബോധിപ്പിച്ച ഖുർആനും പ്രവാചകനും അങ്ങനെ ഭരണാധികാരികളോട് ഭരണീയരോട് കാരുണ്യം കാണിക്കണമെന്ന് ഉത്ബോധിപ്പിച്ചത് ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ വശമല്ലേ? അതോടൊപ്പം തന്നെ ഇസ്ലാം ഏറ്റവും മഹത്തായ ഏറ്റവും ഉന്നതമായ ഒരു കാരുണ്യം കൂടി മനുഷ്യ സമൂഹത്തിന്റെ മുൻപിൽ സമർപ്പിക്കുന്നുണ്ട്. നന്മക്കനുസൃതമായ പ്രതിഫലവും തിന്മക്കനുസൃതമായ ശിക്ഷയും ലഭിക്കുന്ന ഒരു പരലോകത്തെ സംബന്ധിച്ച് ലോകചരിത്രത്തിൽ മനുഷ്യ സമൂഹത്തിന് ഒരിക്കലും പൊറുക്കാൻ സാധിക്കാത്ത പേക്കൂത്തുകൾ ചെയ്തുകൂട്ടി ഒരുപാട് ഭരണാധികാരികൾ കടന്നുപോയിട്ടുണ്ട്. അധികാരത്തിനു വേണ്ടി, ധനത്തിനു വേണ്ടി, പ്രൗഢിക്ക് വേണ്ടി, വിനോദത്തിനു വേണ്ടി പടയോട്ടം നടത്തിയവർ. അവരുടെ ക്രൂരമായ യുദ്ധക്കൊതിയിൽ എരിഞ്ഞടങ്ങിയത് ഒരുപാട് നിരപരാധികളുടെ ജീവിതങ്ങളായിരുന്നു. അംഗവൈകല്യത്തോടുകൂടി ജീവിതകാലം മുഴുവനും നരകയാതന അനുഭവിച്ചവർ, സന്താനങ്ങളെ നഷ്ടപ്പെട്ടവർ, വിധവകളാക്കപ്പെട്ടവർ, അവരുടെ യുദ്ധക്കൊതി എന്ന അഗ്നിയിൽ എരിഞ്ഞടങ്ങിയത് ഒരുപാട് നിരപരാധികളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സങ്കല്പങ്ങളും മോഹങ്ങളുമായിരുന്നു. പ്രതികാരത്തിനു വേണ്ടി മാത്രം ഹീറോഷിമയുടെയും നാഗാസാകിയുടെയും മേൽ ആണവ ബോംബുകൾ വർഷിച്ച് 10,000-ങ്ങളെ കൊന്നൊടുക്കുകയും 10,000-ങ്ങൾക്ക് അംഗവൈകല്യങ്ങൾ സമ്മാനിക്കുകയും പിറക്കാനിരിക്കുന്ന വരും തലമുറകൾക്ക് കൂടി നാശം വിതച്ച അന്നത്തെ അമേരിക്കൻ ഭരണാധികാരി വിയറ്റ്നാമിലും കംബോഡിയയിലും ചിലിയിലും അതിക്രമങ്ങൾ കാണിച്ച് ഒരുപാട് ആളുകളെ കൊന്നൊടുക്കുകയും ആ രാജ്യത്തിലെ സമ്പദ് വ്യവസ്ഥകൾ തകർക്കുകയും ചെയ്ത അക്കാലത്ത് അമേരിക്കൻ ഭരണാധികാരികൾ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും നിരപരാധികളെ കൊന്നൊടുക്കുകയും വിവാഹ സദസ്സുകളിൽ പോലും ബോംബുകൾ വർഷിച്ച് പിഞ്ചു പൈതങ്ങളെപ്പോലും കശാപ്പ് ചെയ്യുകയും ബോംബ് മഴയിൽ നിന്നും രക്ഷ നേടാനായിട്ട് പലായനം ചെയ്യുന്ന വാഹന വ്യൂഹങ്ങൾക്ക് നേരെ ബോംബുകൾ വർഷിക്കുകയും നിരപരാധികളെ കൊന്നൊടുക്കുകയും ചെയ്യുന്നവർ, ആരാധനാലയങ്ങൾ നമസ്കാരത്തിൽ ഏകാഗ്രതയോടെ നിൽക്കുന്നവരുടെ പിന്നിൽ പതുങ്ങിച്ചെന്ന് തോക്ക് ശിരസിന്റെ പുറകിൽ വെച്ച് കാഞ്ചി വലിച്ച് മൃഗീയമായി ഭക്തന്മാരെ ക്രൂരമായി വധിക്കുന്നവർ, തടവറകളിൽ ലൈംഗിക പേക്കൂത്തുകൾക്ക് തടവുകാരെ വിധേയരാക്കുന്നവർ, പൈശാചികമെന്ന വാക്കിനെ പോലും ലജ്ജിപ്പിക്കുന്ന രീതിയിൽ കൊടും ക്രൂരത ചെയ്തിട്ടുള്ള ഹിറ്റ്ലറും മുസോളിനിയും സ്റ്റാലിനുമെല്ലാം നിരന്തരം നമ്മുടെ ചുറ്റുപാടും കാണുന്ന ഒരുപാട് കൊലപാതകങ്ങൾ, വ്യഭിചാരം, കൊള്ളയും കൊള്ളിവെപ്പും ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുള്ളവരിൽ ചെറിയൊരു ശതമാനത്തിന് മാത്രമേ അതിനനുസൃതമായ ശിക്ഷ ഈ ലോകത്ത് ലഭിച്ചിട്ടുള്ളൂ. അവരിൽ മഹാഭൂരിപക്ഷവും ശിക്ഷ ലഭിക്കാതെ രക്ഷപ്പെട്ടിട്ടുള്ളവരാണ്. അവരെ ശിക്ഷിക്കേണ്ട ഒരു വേദി വേണ്ടേ? അവർ ആ കുറ്റകൃത്യങ്ങൾക്ക് അനുസൃതമായിട്ട് ശിക്ഷ ലഭിക്കുന്നില്ല എങ്കിൽ അവരുടെ കുറ്റകൃത്യങ്ങൾക്ക് ഇരയായവരോടുള്ള അനീതിയാണ്, ക്രൂരതയാണ്. ഒരു രാജ്യത്തെ ഒരു ഭരണകൂടം കുറ്റവാളികളെ ശിക്ഷിക്കുന്നില്ല എന്ന് കരുതുക, ആളുകൾ വിചാരിക്കും ഞാനെന്തിന് കൊലപാതകം ചെയ്യാതിരിക്കണം, ഞാനെന്തിന് ബലാത്സംഗം ചെയ്യാതിരിക്കണം, ഞാനെന്തിന് കൊള്ളയും കൊള്ളിവെപ്പും ചെയ്യാതിരിക്കണം. കുറ്റകൃത്യങ്ങൾ ഭയാനകമായി വർദ്ധിക്കില്ലേ? കുറ്റകൃത്യങ്ങൾ ഇരയായവരോട് കുറ്റവാളികളെ ശിക്ഷിക്കാതിരിക്കുന്നത് തിന്മയാണ്, അനീതിയാണ്, ക്രൂരതയാണ്. അതുപോലെ കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കുന്നവരോടുള്ള നീതിയാണ്. അപ്പോൾ കുറ്റകൃത്യങ്ങൾക്ക് ഒരു ഭരണകൂടം ശിക്ഷ നൽകുന്നത് ആ ഭരണകൂടത്തിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ് എങ്കിൽ ശിക്ഷ ലഭിക്കാതെ ലോകത്ത് നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ള കുറ്റവാളികൾക്ക്
അതിനനുസൃതമായ ശിക്ഷ നൽകുന്നത് അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്, ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. 23-ാം അധ്യായത്തിൽ 115-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസൻ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ വൃഥാ സൃഷ്ടിച്ചതാണെന്നും നിങ്ങൾ നമ്മിലേക്ക് മടക്കപ്പെടില്ലെന്നും തെറ്റിദ്ധരിക്കുന്നുവോ? യാതൊരു തെറ്റിദ്ധാരണയും വേണ്ട. വ്യക്തമായ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടിയാണ് നിങ്ങളെ സൃഷ്ടിച്ചതെന്ന് അള്ളാഹു പറയുകയാണ്. ആ ഉദ്ദേശ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് 67-ാം അധ്യായത്തിലെ 2-ാം വചനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നതെന്നറിയാൻ ജീവിതവും മരണവും സൃഷ്ടിച്ചതാണ് അല്ലാഹു. സൽക്കർമ്മം എന്ന് വെച്ചാൽ നന്മകൾ ചെയ്യുക എന്നാണ് അർത്ഥം. സൽക്കർമ്മങ്ങൾ എന്ന് വെച്ചാൽ തിന്മയിൽ നിന്ന് മാറി നിൽക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഫമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ. ഒരാണു നന്മ ചെയ്താൽ അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും, ഒരാണു തിന്മ ചെയ്താൽ അതിന്റെ ശിക്ഷയും ലഭിക്കും. അത് അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് എന്ന് മനുഷ്യ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് പരലോകവും പരലോകത്തെ നന്മക്കുള്ള പ്രതിഫലവും തിന്മക്കുള്ള ശിക്ഷയും. അതോടൊപ്പം മനുഷ്യ സഹജമാണ് പാപങ്ങൾ ചെയ്തു പോവുക എന്നത്. പാപങ്ങൾ ചെയ്തു പോയിട്ടും മനുഷ്യന് മാപ്പ് ലഭിക്കുന്നില്ല എങ്കിൽ അത് ഒരു അനീതിയുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കുല്ലു ബനി ആദമ ഹത്താഊന വ ഖൈറുൽ ഹത്താഈന തവ്വാബൂന. ആദം സന്തതികളെല്ലാം തെറ്റ് ചെയ്യുന്നവരാണ്, അവരിൽ ഏറ്റവും ഉത്തമർ എന്ന് പറയുന്നവർ തെറ്റ് ചെയ്ത ശേഷം ആത്മാർത്ഥമായിട്ട് പശ്ചാത്തപിക്കുന്നവരാണ്. ഖുൽ യാ ഇബാദി അല്ലദീന അസ്റഫു എന്ന ഖുർആനിലെ വചനങ്ങളിലെ സ്വന്തം ആത്മാവിനോട്, സ്വന്തം ശരീരത്തോട് അതിക്രമം ചെയ്ത എന്റെ ദാസന്മാരെ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ ഓർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട. അള്ളാഹു കാരുണ്യവാനാണ്, പൊറുക്കുന്നവനാണ്. അള്ളാഹു എല്ലാ പാപങ്ങളും പൊറുത്ത് നൽകുന്നതാണ്. ഇത് ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ ഭാഗമാണ്. ഈ പാപമോചനം, അതിനൊരു വ്യവസ്ഥയുണ്ട്. തെറ്റുകൾ തിരുത്തിക്കൊണ്ട് യഥാർത്ഥ വിശ്വാസികളായിട്ട് സഹജീവികളെ സ്നേഹിച്ച് നാം ജീവിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ പരലോക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ യഥാർത്ഥ വിശ്വാസികളായിട്ട് നാം ജീവിച്ചാൽ നമുക്ക് ജീവിതത്തിൽ സമാധാനമുണ്ടാകും. ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നീറി കഴിയുന്നവരാണ് ആധുനിക മനുഷ്യ സമൂഹം. രോഗങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നവർ, ഇല്ലാത്ത രോഗങ്ങൾ വരുമോ എന്ന് ഉത്കണ്ഠപ്പെടുന്നവർ, അപകർഷതാബോധം കൊണ്ട് നീറി കഴിയുന്നവർ, ദാരിദ്ര്യത്തെ ഭയക്കുന്നവർ, അങ്ങനെ വ്യത്യസ്ത പ്രശ്നങ്ങളാൽ നീറി നിദ്ര പോലും നഷ്ടപ്പെട്ട് മദ്യലഹരിയിലും ലഹരി പദാർത്ഥങ്ങളിലും അടിമകളായി ആത്മഹത്യയുടെ വക്കിലെത്തിയിരിക്കുന്ന ആധുനിക തലമുറ ഒന്ന് മനസ്സിലാക്കുക. ഇസ്ലാം പറയുന്നത് വലാ തഖ്തുലു അൻഫുസകും, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതങ്ങളെ നശിപ്പിക്കരുത് എന്നാണ്. ഇവിടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു പറയുന്നുണ്ട്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി എന്ന് തുടങ്ങുന്ന വചനങ്ങളിൽ വ്യത്യസ്തങ്ങളായ രീതികളിൽ നിങ്ങൾ പരീക്ഷിക്കപ്പെടും. ഈ പരീക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ യഥാർത്ഥ വിശ്വാസികളെല്ലാം അല്ലാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അതിനെ നേരിടണം. അപ്പോൾ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും, ശാന്തിയുണ്ടാകും. അങ്ങനെ മാനസികമായിട്ടും ഇസ്ലാം മനുഷ്യ സമൂഹത്തോട് കാരുണ്യമാണ് കാണിക്കുന്നത്. ചുരുക്കത്തിൽ പരലോക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഇഹലോകത്ത് നാം ത്യാഗങ്ങൾ അനുഷ്ഠിച്ചാൽ നമുക്കൊന്നും തന്നെ നഷ്ടപ്പെടാനില്ല. പരലോക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നാം നമസ്കരിക്കുകയും വ്രതമനുഷ്ഠിക്കുകയും ചെയ്താൽ നമുക്ക് ഇഹലോകത്ത് ശാന്തിയും സമാധാനവും ഉണ്ടാകും. പരലോക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നാം വ്യഭിചരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബം ഭദ്രമായിരിക്കും. എയ്ഡ്സ് പോലെയുള്ള ലൈംഗിക രോഗങ്ങൾ നമുക്കുണ്ടാകില്ല. മറ്റുള്ളവർക്ക് നാം പകർന്നു കൊടുക്കേണ്ട കാര്യമില്ല. പരലോക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നാം വഞ്ചിക്കുന്നില്ല എങ്കിൽ, കളവ് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ നമുക്ക് സമാധാനമുണ്ടാകും, മറ്റുള്ളവർക്കും സമാധാനവും ശാന്തിയും ഉണ്ടാകും. അതുപോലെയൊരു ജീവിതം നയിക്കാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവനിൽ പങ്കുകാരെ ചേർക്കാത്ത, നമസ്കരിക്കുന്ന, വ്രതമനുഷ്ഠിക്കുന്ന, ദാനധർമ്മം ചെയ്യുന്ന, ജനങ്ങളെ സഹായിക്കുന്ന കുറെ ആളുകൾ അടങ്ങിയ ഒരു കുടുംബം, എത്ര സന്തുഷ്ടമായിരിക്കും ആ കുടുംബം. നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കുക. അതുപോലെ ഒരുപാട് കുടുംബങ്ങൾ അടങ്ങിയ ഒരു സമൂഹം
എത്ര ശാന്തതയുണ്ടാകും, സമാധാനമുണ്ടാകും ആ സമൂഹത്തിൽ. അത്തരത്തിലുള്ള ഒരുപാട് സമൂഹങ്ങൾ അടങ്ങിയൊരു രാജ്യം, ആ രാജ്യത്ത് ഒരുപാട് സമാധാനവും ശാന്തിയും ഉണ്ടാകും. അത്തരത്തിൽ ഒരുപാട് രാജ്യങ്ങൾ അടങ്ങിയൊരു ലോകം, അതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. ലോകത്ത് 130 കോടിയിൽ പരം മുസ്ലിങ്ങളുണ്ട്. എന്നാൽ അതിലെത്ര മുസ്ലിങ്ങൾ ഖുർആന്റെ ഉത്ബോധനങ്ങൾക്കനുസരിച്ച്, പ്രവാചകന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്നുവെന്ന് ചോദിച്ചാൽ, നാം വാക്കുകൾ കൊണ്ട് ഇസ്ലാമിന്റെ തത്വങ്ങൾ ഉറക്കെ പറയുകയും എന്നാൽ ജീവിതം കൊണ്ട് നാം വിശ്വാസികളല്ലാതെയായി തീർന്നിരിക്കുന്നു. അതാണ് ദുരന്തം സംഭവിച്ചിരിക്കുന്നത്. ഏകനായി അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നും അവനിൽ പങ്കുകാരെ ചേർക്കരുതെന്നും ഖുർആൻ പ്രഖ്യാപിക്കുന്നു, ഇസ്ലാം പഠിപ്പിക്കുന്നുവെങ്കിൽ നാം ഖബറുകളിലേക്കും മറ്റും ഒഴുകുകയാണ്. ഭാവിയും ഭൂതവും അറിയാൻ അള്ളാഹുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുവെങ്കിൽ നാം ഭാവിയും ഭൂതവും അറിയാൻ കൈനോട്ടക്കാരുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ വിശ്വാസത്തിന്റെ കാര്യത്തിൽ നമുക്ക് പാളിച്ച് സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് കള്ളപ്പണത്തിന് പിടിച്ചാലും, കള്ളനോട്ടടിക്ക് പിടിച്ചാലും, വ്യഭിചാരത്തിന് പിടിച്ചാലും, അധാർമിക പ്രവർത്തനങ്ങൾക്ക് പിടിച്ചാലും മുസ്ലിം നാമം ധരിച്ച് ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കുന്നത്. ഇവർക്കെതിരെ നാം ശബ്ദിക്കുന്നില്ല എങ്കിൽ, ഇവർക്കെതിരെ നാം പോരാടുന്നില്ല എങ്കിൽ, ഇസ്ലാം പഠിപ്പിക്കുന്നതെല്ലാമാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്ബോധിപ്പിച്ചത് അധാർമികതയാണെന്നും ആളുകൾ തെറ്റിദ്ധരിച്ചാൽ നമുക്കവരെ കുറ്റം പറയാൻ സാധിക്കില്ല. ഇത് തിരുത്തിയിട്ടില്ല എങ്കിൽ പല മുസ്ലിം സഹോദരങ്ങളും ഇസ്ലാമിന്റെ ഉജ്ജ്വലമായ ചൈതന്യം സ്വീകരിക്കാൻ വിസമ്മതിച്ചെന്ന് വരാം. അതവർക്ക് മാത്രമല്ല ദുരന്തം വിതയ്ക്കാൻ പോകുന്നത്, മറിച്ചത് ലോക ജനതയ്ക്ക് ദുരന്തമായിരിക്കും. കാരണം അധാർമികതയുടെയും അവിശ്വാസത്തിന്റെയും അനീതിയുടെയും തിന്മയുടെയും ആഴങ്ങളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന മനുഷ്യ സമൂഹത്തെ മോചിപ്പിക്കാനുള്ള, അവർക്ക് സാൽവേഷൻ ലഭിക്കാനുള്ള ഏക രക്ഷാമാർഗമാണ് ഇസ്ലാം. ആ ഇസ്ലാമിന്റെ ചൈതന്യം ലോകത്ത് പ്രചരിക്കുന്നതിൽ നിന്നും മുസ്ലിം നാമം ധരിച്ച് നാം തന്നെ ഒരു തടസ്സമായി നിൽക്കുന്നുവെങ്കിൽ അതായിരിക്കും ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ടൊരു മാറ്റം അനിവാര്യമാണ്. സമ്പത്തുണ്ടായ ശേഷം ദരിദ്രനാവുക അത് വല്ലാത്തൊരവസ്ഥയാണ്. ദരിദ്രനായി കഴിഞ്ഞാൽ, ദരിദ്രനായി ജനിച്ചാൽ ആ ദരിദ്രന് ദാരിദ്ര്യത്തിന്റെ വിഷമതകൾ അറിയാമെങ്കിലും സമ്പന്നതയുടെ മടിത്തട്ടിൽ നിന്ന് ദരിദ്രനായ ശേഷം അറിയാവുന്ന ഒരു വ്യക്തിയെ പോലെ അറിയണമെന്നില്ല. ചരിത്രത്തിൽ ഒരു സംഭവമുണ്ട്. റോമിൽ നിന്ന് ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച സുഹൈബ് റളിയല്ലാഹു അൻഹു, റോമിലെ പുഷ്പമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സുഹൈബ് റളിയല്ലാഹു അൻഹു ഗവർണറുടെ മകനായി ജനിച്ച് സമ്പൽ സമൃദ്ധിയുടെ മധ്യത്തിൽ വളർന്ന് അവസാനം ഒരു യുദ്ധത്തിൽ തടവുകാരനായി പിടിക്കപ്പെട്ട് ചങ്ങലകളാൽ ബന്ധിതനായി മക്കയിലെത്തുന്നു. അവിടെ നിന്ന് പിന്നീട് മോചിതനായി സ്വയപ്രയത്നം കൊണ്ട് നഷ്ടപ്പെട്ട സമ്പത്ത് തിരിച്ച് അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഇസ്ലാം മതം സ്വീകരിക്കുന്നു. മക്കയിലെ ഖുറൈശികളുടെ മർദ്ദനങ്ങളും പീഡനങ്ങളും സഹിക്കവയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തപ്പോൾ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ കഴിയാതെ സുഹൈബ് റളിയല്ലാഹു അൻഹു ഇറങ്ങി പുറപ്പെടാൻ പോവുകയാണ്. ഇതറിഞ്ഞ ഖുറൈശികൾ അദ്ദേഹത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ടൊരു വാഗ്ദാനം നൽകി. ഒന്നുകിൽ നിന്റെ സമ്പത്ത് മുഴുവനും മക്കയിൽ ഉപേക്ഷിച്ചിട്ട് പോവുക, മക്കയിൽ വെച്ചാണല്ലോ നീ സമ്പത്തുണ്ടാക്കിയത്, അല്ലെങ്കിൽ നിനക്ക് മക്കയിൽ സമ്പത്തോടുകൂടി ജീവിക്കാം. ഒരു നിമിഷം പോലും ചിന്തിക്കാതെ സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹു പരലോകത്ത് എനിക്ക് സമ്പത്ത് നൽകും, അത് മതി എനിക്ക് എന്ന്. ദാരിദ്ര്യം അനുഭവിച്ച വ്യക്തി സമ്പന്നനായ ശേഷം ഈ മനുഷ്യൻ വന്നൊരു പരിവർത്തനം നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു ത്യാഗമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. അതുകൊണ്ട് യഥാർത്ഥ വിശ്വാസികളായിട്ട് വിശുദ്ധ ഖുർആന്റെ ചൈതന്യം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഖുർആനുകളായിട്ട് പ്രവർത്തിക്കുന്ന മുസ്ലിങ്ങളായിട്ട് നമുക്ക് മുന്നേറാം. അധാർമികതയുടെ അജ്ഞതയുടെ എല്ലാം ആഴങ്ങളിൽ വീണുകിടക്കുന്ന ഹതഭാഗ്യവാന്മാരെ കൈകൾ പിടിച്ച് നമുക്ക് ഇസ്ലാമിന്റെ പ്രകാശത്താൽ ഉയർത്തിക്കൊണ്ട് പരസ്പരം പ്രാർത്ഥിച്ചും പരസ്പരം നന്മ ചെയ്തും നന്മയ്ക്ക് വേണ്ടി പോരാടിയും തിന്മക്കെതിരെ സമരം ചെയ്തും യഥാർത്ഥ വിശ്വാസികളായിട്ട് നമുക്ക് മുന്നേറാം. അതിനൊരു മുസ്ലിം പോരാ, 10 മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്താൽ പോരാ, 100 മുസ്ലിങ്ങൾ അങ്ങനെ ചെയ്താൽ പോരാ, ഒരുപാട് മുസ്ലിങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം ഒരു ഹാളിൽ ഒരു അന്ധകാരമുണ്ടായാൽ, വൈദ്യുതി നിലച്ചാൽ, ഒരാളൊരു മെഴുകുതിരി കത്തിച്ചാൽ അല്പം പ്രകാശമുണ്ടാകും. 10 ആളുകൾ മെഴുകുതിരികൾ കത്തിച്ചാൽ അല്പം കൂടി പ്രകാശമുണ്ടാകും. ആ ഹാളിലുള്ള എല്ലാവരും മെഴുകുതിരികൾ കത്തിച്ചാൽ ആ ഹാൾ പ്രകാശപൂരിതമാകില്ലേ? അതുപോലെ ഇസ്ലാമിന്റെ ചൈതന്യം
ഈ ലോകത്ത് വെട്ടിത്തിളങ്ങണമെങ്കിൽ ഒരുപാട് മുസ്ലിങ്ങൾ ഇസ്ലാമിന്റെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഖുർആനുകളായി തീരണം. അതിന് സാൽവേഷൻ എന്ന ഈ എക്സിബിഷൻ ഒരു നിമിത്തമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ എക്സിബിഷനു വേണ്ടി ഒരുപാട് പണിയെടുത്ത ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു ഇഹലോകത്തും പരലോകത്തും മതിയായ പ്രതിഫലം നൽകട്ടെ. ഈ എക്സിബിഷനിൽ നിന്ന് ഉൾക്കൊണ്ട ആവേശം ഒരു തീപ്പൊരിയായിട്ട്, ഒരു ജ്വാലയായിട്ട് ഇസ്ലാമിന്റെ പ്രകാശം ലോകത്ത് മുഴുവനും നിറയട്ടെ എന്ന് സർവേശ്വരനായ സ്രഷ്ടാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു അവസരം നൽകിയ സ്രഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات اللهم احينا على الكتاب والسنة ومتنا مع الإيمان والتوبة ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم.